സിസ്റ്ററെ ഇങ്ങനെ ഇരുന്നാ പോരാ, പിടിച്ചു മേടിക്കണം. വിന്നിങ് ദ ലോസ്റ്റ് ഗ്രൗണ്ട്. അതിന് നമ്മൾ ആധാരമായിട്ട് വായിച്ച കുറിവാക്യം എബ്രായ ലേഖനം 12-ാം അധ്യായം 14-15 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 14 and 15. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-15. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ചിലരോട് മാത്രമല്ല, കഴിയുന്നവരോട് മാത്രമല്ല, എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഇതിപ്പം വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നൊരു ചോദ്യമുണ്ട്. എന്താ? ഈസ് ഇറ്റ് പോസിബിൾ പ്രാക്ടിക്കലി? പ്രായോഗികമായിട്ട് അത് നടക്കുമോ? ഇതൊക്കെ പറയാൻ കൊള്ളാം, ബൈബിളിൽ വാക്യമുണ്ട്, ശരിയാ, പക്ഷെ അത് നടക്കുമോ എന്നൊരു ചോദ്യം വരും. എൻ്റെ മനസ്സിലും ചിലപ്പം വരുന്നുണ്ട്, അത് നടക്കുമോ? പക്ഷേ നടക്കാത്തൊരു കാര്യവും ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ലോകത്തുള്ള ഏത് പുസ്തകങ്ങളെക്കാട്ടിലും ദിസ് ബുക്ക്, ദ ബൈബിൾ, ഈസ് എ വെരി പ്രാക്ടിക്കൽ ബുക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? നമ്മളെ കൊണ്ട് പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ദൈവം ഇതിൽ കൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം എന്ന് പറഞ്ഞാൽ ആചരിക്കണമെന്ന് തന്നെയാണ്. കഴിയുമെങ്കിൽ എന്നവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? മാൻഡേറ്ററി ആണ്, വി ഹാവ് ടു. അപ്പം സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഇംഗ്ലീഷിൽ മേക്ക് എവറി എഫേർട്ട് എന്ന് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോസ്തലന്മാർ. ഇത് എബ്രായ ലേഖനമാണ്. പൗലോസും വേറെ പറഞ്ഞിട്ടുണ്ട്, മേക്ക് എവറി എഫേർട്ട്. ഉത്സാഹിക്കണം. എന്തിനാ ഉത്സാഹിക്കേണ്ടത്? സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ. സമാധാനം ആചരിച്ചാൽ എൻഡ് റിസൾട്ടാണ് ശുദ്ധീകരണം. നമ്മൾ വിചാരിക്കുന്നു ഒത്തിരി അങ്ങ് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഞാനൊരു വിശുദ്ധനാവും. വേറെ ചിലർ പറയും, ചിലർ എന്നോട് വന്നിട്ട് പറയും, എനിക്ക് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടിട്ടല്ല, എൻ്റെ ഭർത്താവ് സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ഇതങ്ങ് ഊരിയിരുന്നെങ്കിൽ ഞാനങ്ങ് വിശുദ്ധിയുടെ ഏതോ ഒരു അളവിലോട്ട് കയറുവാണെന്നാണ് പേര്. അല്ല, സമാധാനം ആചരിക്കാൻ പറ്റുമോ? ശുദ്ധീകരണം ഉണ്ടാവും. ഇന്ന് നമ്മൾ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുക. ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ചില സ്പിരിച്വൽ ആക്ടിവിറ്റീസോ ചില സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുമ്പം ഞാനങ്ങ് ഭയങ്കര വിശുദ്ധനാവും. അല്ല, സമാധാനം ആചരിക്കാൻ പറ്റുന്നു, അത്രത്തോളം വിശുദ്ധീകരണം എനിക്കുണ്ടാവുന്നു. അടുത്തത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കണ്ടിട്ട് വേണ്ടേ കയറാൻ അതിനകത്ത്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അടുത്തത്, ആരും ദൈവകൃപ വിട്ട്, ഇനി ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. ഓർക്കണം, ബാക്ക് സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? 4 ആഴ്ച പള്ളി വന്നില്ലെങ്കിൽ പിന്മാറ്റത്തിലാണെന്ന് തോന്നുന്നു, ഇപ്പം അങ്ങോട്ട് കാണുന്നില്ല, അല്ലേ? ഈ 4 ആഴ്ച പള്ളി വരാത്തതാണ് നമുക്ക് പിന്മാറ്റം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ ഇപ്പം പ്രാർത്ഥിക്കുന്നില്ല, ബൈബിള് വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മീയമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അപ്പം നമ്മളോട് പിന്മാറ്റം എന്നങ്ങ് ബ്രാൻഡ് ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പിന്മാറ്റം ദൈവകൃപയിൽ നിന്നൊരു പിന്മാറ്റമുണ്ട്. ഇനി ഞാൻ ഒരു സത്യം കൂടെ പറയട്ടെ. ദൈവകൃപയിൽ നിന്ന് പിന്മാറിയിരിക്കുമ്പോഴും നിങ്ങൾ ആക്റ്റീവായിട്ട് പള്ളിയിൽ കാണും, ആക്റ്റീവായിട്ട് നിങ്ങൾ മിനിസ്ട്രിയിലും കാണും, ആക്റ്റീവായിട്ട് ഔട്ട്റീച്ചും ചെയ്യും. പക്ഷേ ദൈവകൃപ വിട്ട് പിന്മാറി. ഇതാണൊരു അപകടം. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഇവിടെ ഇംഗ്ലീഷ് സർവീസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് ആരാ പറഞ്ഞാൽ ഞാൻ മറന്നു. ഒരു ഫേമസ് വൺ മാൻ ഓഫ് ഗോഡ് സെഡ് സംതിങ്. ഇഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് വിത്ഡ്രോൺ ഫ്രം ദ ചർച്ച് ടുഡേ, 95% of the activities will still continue without even realizing that the Holy Spirit is missing. പരിശുദ്ധാത്മാവ് നാളെ സഭയിൽ നിന്നങ്ങ് മാറിപ്പോയാലും ഇന്ന് സഭയിൽ നടക്കുന്ന മിക്കവാറും 95% കാര്യങ്ങൾ ഇതുപോലെ തന്നെ നടക്കും. അവിടെ എന്താണെന്നറിയാം, പരിശുദ്ധാത്മാവ് അവിടെ ഇല്ല എന്നുള്ള അറിയത്തുപോലുമില്ല. ഇന്ന് സഭകളുടെ ഏകദേശം ഒരു അവസ്ഥ ഇതാ. പരിശുദ്ധാത്മാവ് പോയാലും നമ്മൾ അറിയുന്നില്ല. ഏലി പുരോഹിതൻ്റെ കാലത്ത് ഒരു കാലഘട്ടം അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവശബ്ദം കേൾക്കാനില്ല. അടുത്തത്, ദർശനങ്ങളൊന്നും ആരും കാണുന്നില്ല, അല്ലേ? ഇന്ന് ഏകദേശം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ദൈവസഭ വന്നിരിക്കുന്നത്. ദൈവശബ്ദം കേൾക്കുക, ഒത്തിരി പ്രസംഗങ്ങളുണ്ട്, ദൈവശബ്ദം കേൾക്കുക. ഞാനിപ്പോഴും വി ഹിയർ മെസ്സേജസ്, ബട്ട് ഡു വി ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്?
ദസ് സെയ്സ് ദ ലോർഡ് എന്ന് പറഞ്ഞ് ദൈവശബ്ദം കേൾക്കുന്നു. നമ്മൾ നല്ല മെസ്സേജസ് കേൾക്കുന്നു, അത് നമ്മൾ മാർക്കിടുന്നു. പക്ഷേ ദൈവശബ്ദം കേട്ടോ? ഇന്ന് ദൈവശബ്ദം കേട്ടു എന്ന് എങ്ങനെ അറിയാം? ഇത് എന്നോട് ദൈവം സംസാരിച്ചു എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് ദൈവശബ്ദമാണ്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ നല്ല പ്രസംഗം, ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ കലക്കി എന്ന് പറഞ്ഞാൽ പോയി. നിങ്ങൾ ദൈവശബ്ദം കേട്ടില്ല, നിങ്ങൾ പാസ്റ്ററെ കേട്ടത്. ഞാൻ വേദനയോടെ പറയുക, ഇന്ന് ഒത്തിരി പേര് അവരുടെ സെലിബ്രിറ്റി പാസ്റ്റർ, അവരുടെ സെലിബ്രിറ്റി പ്രീച്ചർ, അവരുടെ സെലിബ്രിറ്റി മാൻ ഓഫ് ഗോഡ്, അവരെ കേൾക്കാനും കാണാനുമാണ് ഇന്ന് ചർച്ച വരുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ സഭയിൽ വരുന്നവർ, ഓൺലൈനിൽ കേൾക്കുന്നവർ, ദയവേത് ഇതിനിടെ കൂടെ ദൈവശബ്ദം കേട്ടോണം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് അന്ന് തുടങ്ങി ഇന്ന് വരെയും സംസാരിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. പക്ഷേ ഇത് കേൾക്കാനുള്ള ചെവി നമുക്കുണ്ടോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇതിനിടയിലൂടെയും ആത്മാവ് പറയുന്നത് ദയവായി നിങ്ങൾ കേൾക്കണമേ എന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുക. അപ്പം ദൈവകൃപ വിട്ട് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തത്, വല്ല കയ്പുള്ള വേര് മുളയ്ക്കും. ഈ ദൈവകൃപ വിട്ടാലുള്ള കുഴപ്പം അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. കയ്പുള്ള വേര് മുളയ്ക്കാൻ തുടങ്ങും. കയ്പ്, ബിറ്റർനെസ്, റൂട്ട് ഓഫ് ബിറ്റർനെസ്. വേര് ഉറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറെ പെർമനൻ്റ് ആയെന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ കല്യാണത്തിനൊക്കെ നമ്മൾ ചെല്ലുമ്പം ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കാണാം, അല്ലേ? പ്രത്യേകിച്ച് ആ സ്റ്റേജിലൊക്കെ പെണ്ണയും ചെറുക്കനെ ഇരുത്തി നല്ല ലൈറ്റൊക്കെ ഇട്ട് വലിയ ഇതൊക്കെ ഇവർ നല്ല നല്ല കട്ട് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് കുത്തി വയ്ക്കുക. നിങ്ങൾക്കറിയാം, അതൊന്നും വേരുള്ള ചെടിയും പൂവും കായും ഒന്നുമല്ല. അതെല്ലാം തൽക്കാലത്തേക്ക് കട്ട് ചെയ്ത് അവിടെ കുത്തി വെച്ചു. ആ പ്രോഗ്രാം കഴിയുമ്പോൾ അവർ ദൂരെ കളയും, അല്ലേ? പക്ഷേ വേരിറങ്ങി, അതുകൊണ്ടൊരു മണ്ണി കൊണ്ട് കുത്തി വെച്ചേ ചിലത് കുറേ കഴിയുമ്പം വലിച്ചാൽ വരത്തില്ല, താഴോട്ട് വേരിറങ്ങി. ഇതുപോലൊരു പ്രശ്നമുണ്ട്. ദൈവകൃപ വിട്ടു മാറുമ്പം നമ്മൾ അറിയാതെ ചില കയ്പിൻ്റെ വേരുകളങ്ങ് പതുക്കെ ഇറങ്ങും. പിന്നെ ഒറ്റ വലിക്കൊന്നും വലിച്ചാൽ പിഴുത് വരത്തില്ല, കാരണം ആ താഴോട്ട് വേര് ഇറങ്ങിക്കഴിഞ്ഞു. അടുത്തത്, കലക്കമുണ്ടാക്കി. വേരിറങ്ങുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, അവിടെ കലക്കം തുടങ്ങുന്നു. കലക്കം. ശരി, അടുത്തത്, അനേകർ. ചിലരല്ല, അനേകർ മലിനപ്പെടാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതൊന്ന് ഓടിച്ച് പറഞ്ഞുകൊണ്ട് ഒരു റീക്യാപ്പ് ചെയ്തതേ ഉള്ളൂ, കാരണം കഴിഞ്ഞ ആഴ്ച കേൾക്കാത്തവരുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം. ഇന്ന് കേൾക്കുന്ന ദൈവവചനത്തെ പറ്റി ഒരു വാക്ക് നമ്മൾ കേട്ടു. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. പെട്ടെന്ന് നിർത്തണമെന്നാണോ? അല്ല, ചേട്ടാ ഇത് പിന്നെ തന്നാലും മതിയായിരുന്നില്ല. ഇത് ഇത്ര എമർജൻസി ആയിട്ട് കൊണ്ടുതരാൻ ലിറ്റിൽ ഹാർട്സിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവവചനത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ എനി ഷാർപ്ഡ് ഇൻസ്ട്രുമെന്റ്, അല്ലേ? ഇതെന്താ എല്ലാവരും കൂടെ പന്തയം വെച്ച് ചുമക്കുന്നത്? ഇവിടെ എന്താ ചോമത്സരം വല്ലതുമാണോ? ഓക്കെ. അപ്പം ദൈവവചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാണ്, പ്രാണനെ ആത്മാവിനെ സന്ധിപഞ്ചികളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നതാണ്. ഇനി ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദൈവവചനം. ഇനി പ്രധാനപ്പെട്ട അടുത്തൊരു വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 25, 26, 27. എഫേസ്യർ 4-ാം അധ്യായം 25, 26, 27. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ, അതുകൊണ്ട് അന്യോന്യം സത്യം സംസാരിക്കണം. ഭോഷ്കിൻ്റെ ഒരു ലാഞ്ചന പോലും പാടില്ല, അല്ലേ? അത് ഉപേക്ഷിച്ചിട്ട് ബി ട്രൂത്ത്ഫുൾ, അല്ലെങ്കിൽ വേറൊരു വാക്ക് പറഞ്ഞാൽ ബി യുവർ സെൽഫ്. അത്രയേ ഉള്ളൂ. ഒന്നും നമ്മൾ ഒളിച്ചും മറച്ചും ഒന്നും ചെയ്യേണ്ട. ബി യുവർ സെൽഫ്. അടുത്തത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. ഒരു ഉപകാരം ചെയ്തേക്കണം, കോപിച്ചാലും എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. നമ്മൾ വരയ്ക്കുന്ന കോപം തന്നെ പാപമാണെന്നാണ്. അങ്ങനെയാണ് ഏറ്റവും വലിയ പാപി ദൈവമാണ്. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. അങ്ങനൊരു വാക്യമുണ്ടോ? അതിനോട് ഏറ്റവും വലിയ പാപി ദൈവമല്ലേ? നമ്മൾ വല്ലപ്പോഴേക്കല്ലേ കോപിക്കുന്നുണ്ട്, ദിവസം പ്രതി കോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, അല്ലേ? അപ്പൊ കോപമല്ല പാപം. കോപിച്ചാൽ പാപം ചെയ്യരുത്. അടുത്തത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അടുത്തത്, അപ്പം കോപം
വെച്ചുകൊണ്ടിരുന്നാൽ പാപം. ഇപ്പം മനസ്സിലായോ അല്ലേ? ഈ പറഞ്ഞ ഷവർമ വാങ്ങിച്ച 2 മണിക്കൂറിനകത്ത് തിന്നണമെന്ന് ഇപ്പം അതിനകത്തൊരു സീലടിച്ചിട്ടുണ്ട്. ഇല്ല, അതിനകത്ത് മയണൈസ് ഈ പറഞ്ഞ പോലെ എന്താവും, വിഷമാവും അല്ലേ? അപ്പം എന്ത് സാധനം, പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ എക്സ്പയറി ഉണ്ട്. അങ്ങനെയിൽ കോപത്തിന് ഒരു എക്സ്പയറി പീരീഡ് ഉണ്ട്. എത്രയാണ്? സൂര്യൻ അസ്തമിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പം കോപിച്ചു എന്നുള്ള സമയം അനുസരിച്ചിരിക്കും. രാവിലെ തുടങ്ങിയാൽ 12 മണിക്കൂർ, ഉച്ചയ്ക്കാണെങ്കിൽ 6 മണിക്കൂർ, വൈകുന്നേരമാണെങ്കിൽ 3 മണിക്കൂർ, രാത്രിയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു പെണ്ണ് കൊണ്ട് ചോദിച്ചതാ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അപ്പം അങ്ങളെ രാത്രി കോപിച്ചാലോ എന്ത് ചെയ്യും? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു സമയത്തിനകത്ത് അത് തീർക്കണം. 2024 തീരാൻ പോവുക. ഇന്ന് 29 ഇനി ഒരു 3 ദിവസം കഴിയുമ്പോൾ തീരും അല്ലേ? 29, 30, 31, അതെ 2 ദിവസമേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ തീർന്നു. അതിനകത്ത് സൂര്യൻ എത്രയോ അസ്തമിച്ചു പോയി, അതുകൊണ്ട് വർഷവും കൂടെ അസ്തമിച്ച് പോകാൻ പോകുന്നു. അതിനു മുമ്പെങ്കിലും ഇതെന്ത് ചെയ്യണം? കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിസൾട്ട്? 27 ഇടം കൊടുക്കരുത്. കഴിഞ്ഞ ആഴ്ച അടിവരയിടാത്തവരെല്ലാം ഇപ്പം വന്നിട്ടെ ബൈബിളിൽ പിശാചിന്, നിങ്ങളുടെ ബൈബിളിലോട്ട് നോക്കി, എന്നെ നോക്കണ്ട, ബൈബിളിലോട്ട് നോക്ക്. പിശാചിന് ഡു നോട്ട് ഗിവ് റൂം ടു ദി എനിമി. പിശാചിന് ഇടം കൊടുക്കരുത്. ഏതെങ്കിലും വിഗ്രഹങ്ങളോ അന്യദേവ മൂർത്തികളുടെയോ പടമോ എന്തെങ്കിലും വീട്ടിൽ വയ്ക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കർമ്മങ്ങളിൽ ചെന്ന് പങ്കെടുക്കുകയോ എന്തെങ്കിലും മേടിച്ച് കഴിക്കുകയോ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് പിശാചിന് ഇടം കൊടുക്കുക എന്നാണ് ഇന്നസെൻ്റായിട്ട് ഒത്തിരി വിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നു, കോപിച്ചിട്ട് ആ കോപം ഡീൽ ചെയ്യാതെ വെച്ചോണ്ടിരുന്നാൽ നീ പാപം ചെയ്യുന്നു. അങ്ങനെ നീ പാപം ചെയ്തുകൊണ്ടിരുന്നാൽ പിശാചിന് നീ ഇടം കൊടുക്കുകയാണ്. അത് ക്ലിയർ അല്ലേ ആ വാക്യത്തിൽ നിന്ന്? ഇസ് ഇറ്റ് ക്ലിയർ ഫ്രം ദി വേർഡ് ഓഫ് ഗോഡ്? അല്ല, ഇറ്റ്സ് വെരി ക്ലിയർ. അതിൻ്റെ അകത്ത് ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അതിനകത്തില്ല. അപ്പം ഇവിടെയാണ് ഈ സ്ട്രോങ് ഹോൾഡ് എന്നൊരു പദം നമ്മൾ കണ്ടു. എന്താണ്? ശക്തി കേന്ദ്രം. ഈ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുമ്പം അതിനെപ്പറ്റി ഒരു വാക്യം വായിക്കുക. 2 കൊരിന്ത്യർ 10 4-5 വാക്യം. 2 Corinthians chapter 10 verse 4 and 5. 2 കൊരിന്ത്യർ 10 4-5 വാക്യം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. ഓക്കെ, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ആയുധം. അപ്പൊ അടുത്തത് ഈ കോട്ടകൾ എന്താ? അടുത്ത വാക്യം കൂടെ വായിച്ചേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, നമ്മുടെ മനസ്സിൽ കെട്ടിവെച്ചിരിക്കുന്ന ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ. അടുത്തത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ. അടുത്തത് ചില ഉയർച്ചകളുണ്ട്. ഇടിച്ചു കളയേണ്ട സാധനങ്ങളാ. ഈ ഉയർന്നിരിക്കുന്നതിനെയൊക്കെ ഇടിച്ചു കളയണം, ഈ സങ്കല്പങ്ങളെയൊക്കെ ഇടിച്ചു കളയണം. അടുത്തത് ഏത് വിചാരത്തെ. അടുത്തത് വിചാരം. അവിടെ ചില വാക്കുകൾ ശ്രദ്ധിക്കണേ. സങ്കല്പങ്ങൾ, ഉയർച്ചകൾ, വിചാരം. ഇത് 3 പാടില്ല എന്നാ. അതിനെ ഇടിച്ചു കളയോ അല്ലെങ്കിൽ പിടിച്ചടക്കുകയോ ചെയ്യണം. എവിടെയാണ്? അതിനകത്ത് എഫേസ്യ ലേഖനം 6-12 വാക്യം. എഫേസ്യ ലേഖനം 6-12 വാക്യം. എഫീഷ്യൻസ് 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്. പ്രിൻസിപ്പാലിറ്റീസ് എന്നൊരു പദം. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണെങ്കിലും ഒരു റീക്യാപ്പ് എന്നുള്ള ഞാനൊന്ന് തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയോട്. 4 കൂട്ടരോട് നമുക്ക് യുദ്ധമുണ്ട്. ആരോടൊക്കെയാ? അമ്മായിയമ്മയോട്, നാത്തൂനോട്, പിന്നെ അങ്ങാരുടെ വേറൊരു വകയിലൊരു അമ്മായിയുണ്ട്, അത് വേറെ, പിന്നെ അയാളുടെ ആഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പന്ന പെണ്ണുണ്ട്. ചുമ്മാ ഓരോ കാര്യം ചോദിക്കാനെന്ന് പറഞ്ഞ് ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. 4 പേരോടാണ് എനിക്ക് പോരാട്ടം. ഇവിടെ 4 പേരുടെ പേര് പറഞ്ഞതിനകത്ത് ഈ 4 പേരും ഇല്ല. ആരാണ്? വാഴ്ചകൾ, അധികാരങ്ങൾ, ലോകാധിപതികൾ, ദുഷ്ടാത്മസേന. ഈ 4 കൂട്ടരോട് നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല, നമുക്ക് പോരാട്ടം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ പ്രശ്നം, ഈ 4 കൂട്ടർക്ക് നമ്മളെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. നമുക്ക് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്ന പോലും അറിയത്തില്ല.
അവർ നമ്മുടെ ശത്രുക്കളാണെന്നും അറിയത്തില്ല, അവരോട് നമ്മൾ പോരാടണമെന്നും അറിയത്തില്ല, അതിനുള്ള ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ടെന്നും അറിയുന്നില്ല. എന്നിട്ടും നമ്മൾ ജയം ജയം ഹല്ലേലൂയ ജയം ജയം എന്തോന്ന് ജയം. ഈ 4 കൂട്ടരും നമ്മളെ അങ്ങ് അടക്കി ഭരിച്ചു വാഴുകയാണ്. അവരുടെ ബന്ധനത്തിലാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ നമുക്കിങ്ങനൊരു 4 ശത്രുക്കൾ ഉണ്ടെന്ന് അറിഞ്ഞുപോലും കൂടാ. ഇതാണ് ഇന്നത്തെ വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗതികേട്, പ്രിയപ്പെട്ടവരെ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹം, ഈ 4 ശത്രുക്കൾ നമുക്കുണ്ട്. അവരോട് നിരന്തരം പോരാടി തന്നെ നമ്മൾ ജീവിച്ച് നമ്മളങ്ങ് ചെല്ലേണ്ടിയാവുന്നു. പക്ഷേ ഈ പോരാട്ടത്തിൽ ഒന്ന് ഓർക്കണം, നമ്മൾ ജയാളികളാണ്. കാര്യം ക്രിസ്തുയേശു മൂലം നമ്മെ നാൾതോറും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അർത്ഥം നമ്മൾ ജയം കൊണ്ടാടിയാ പോകുന്നത്. കാര്യം ഈ ജയം കാൽവറി ക്രൂശിൽ യേശു നേടിയെടുത്തു, അല്ലേ? അതിൻ്റെ കണ്ടിന്യൂഷനേ ഉള്ളൂ. ആ ജയം നമ്മൾ ഡിക്ലെയർ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഞാൻ ജയാളികളായി മുന്നേറുമ്പം ഈ 4 പേരുള്ള പോരാട്ടവും കൂട്ടത്തിൽ നടന്നോളൂ, അല്ലേ? പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മുടെ ജീവിതത്തിൽ ജയമെടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ കർത്താവിലുള്ള ജയം എടുത്താണോ നമ്മൾ ജീവിക്കുന്നത്, അതോ ഈ വാഴ്ചകളും അധികാരങ്ങളും ഇവരെല്ലാം നമ്മുടെ മേൽ ജയമെടുക്കുകയാണ്? അല്ല ചോദിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒറ്റയ്ക്ക് എടുത്തു നോക്കിയേ, നമ്മുടെ ഭവനങ്ങളിൽ എടുത്തു നോക്കിയേ, നമ്മുടെ കൂട്ടായ്മകളിലും സഭകളിലും എടുത്തു നോക്കിയേ. അവിടേക്ക് ഈ പറയുന്ന ഒരു ജയം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, പ്രിയപ്പെട്ടവരെ? അവിടെയെല്ലാം പിശാചല്ലേ പലപ്പോഴും ജയം എടുക്കുന്നത്, അല്ലേ? ഇന്ന് നമുക്കൊരു ഒരു ഒരു വാസ്തവമായിട്ടൊരു ഒരു ഒരു ചെക്കപ്പ് നമുക്ക് നടത്താം. കർത്താവ്, എവിടെല്ലാം എനിക്കൊരു ജയം വേണ്ടിയിരിക്കുന്നു, എവിടെല്ലാം ഞാൻ തോറ്റ് ജീവിക്കുന്നപ്പ, എവിടെയെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ജയം ജയം ഹല്ലേലൂയ പാട്ട് പാടുന്നു, പക്ഷേ ഈ പറഞ്ഞ ജയമൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നാരെങ്കിലും പറഞ്ഞ് ഇന്ന് ഒരു മാറ്റം നമുക്കുണ്ടാവണം, പ്രിയപ്പെട്ടവരെ. അവിടെയാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, ലോകാധിപതികൾ, ദുഷ്ടാത്മസേന. ഇവിടെയാണ് നമുക്ക് നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഈ ബിറ്റർനെസ് എന്നുള്ളൊരു വാക്കുണ്ട്. എന്താണ്? കയ്പിൻ്റെ വേര്. ഹൗ ഡസ് ബിറ്റർനെസ് എഫക്റ്റ് അവർ സോൾസ്? നമ്മുടെ പ്രാണനെ ഈ കയ്പ് എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമ്മൾ കണ്ടു. അവിടെയാണ് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ കയ്പിൻ്റെ വേരിറങ്ങിയാൽ അനേകർ അതിനാൽ മലിനപ്പെടും, കലക്കമുണ്ടാകും നമ്മൾ പറഞ്ഞു. അപ്പം ഈ ബിറ്റർനെസ്, ഒന്നാമത്തെ കാര്യം ഡിഫൈൽസ് എന്ന് പറഞ്ഞാൽ വാക്ക് മലിനമാക്കുക അല്ലെങ്കിൽ അഴുക്കാക്കുക. ഇപ്പോൾ ഒരു വെള്ളം, നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചു, പക്ഷെ അതിനകത്ത് എന്തോ ഒന്ന് വീണു. ഉടനെ നമ്മൾ പറയാം, ഓ ആ വെള്ളം ചീത്തയായി, അല്ലേ? മുട്ട ഒഴുകാനെടുത്തു, ഓ ചീത്തയായി. പാല് ചായ ഇടാനെടുത്തു, അത് പിരിഞ്ഞു പോയി, ചീത്തയായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രാണൻ ചീത്തയായി പോവും, അഴുക്കായി പോവും, മലിനമായി പോവും. കാരണം അത്രയേ ഉള്ളൂ, ബിറ്റർനെസ്. പാലങ്ങനെ ചീത്തയാവാൻ ബാക്ടീരിയ ആയിരിക്കും കാരണം, വേറെന്തെങ്കിലും ചീത്തയാവാൻ വേറെന്തെങ്കിലും ആയിരിക്കും കാര്യം. പക്ഷേ നമ്മുടെ ഈ പ്രാണൻ ചീത്തയായി പോകാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് പുറത്തുള്ള കാര്യങ്ങളല്ല, അകത്തെ ബിറ്റർനെസ്സാ. ഒരു ആമേൻ പറഞ്ഞേ. നിങ്ങളിങ്ങനെ മെഴുങ്ങസ് ചെയ്യാൻ നോക്കിയിരിക്കാതെ ആമേനെങ്കിലും പറ. നല്ലോണം ഓർക്കണം, എൻ്റെ പ്രാണന് മലിനത സംഭവിച്ചാൽ അതിന് കാരണം കയ്പാണ്. ആ പ്രാണനിലുള്ള ആ മലിനതയാണ് പിന്നെ ശരീരത്തിൽ അത് പലപ്പോഴും പല രോഗങ്ങളായിട്ട് വരുന്നത്. ഓർക്കണം, അല്ലേ? അപ്പം അതാദ്യം തുടങ്ങിയത് എൻ്റെ പ്രാണനിലാണ്. അടുത്തത് കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ബിറ്റർനെസ് ഡിക്രീസസ് അവർ സോൾ. എൻ്റെ പ്രാണനെ ഈ മലിനത ക്ഷയിപ്പിക്കും, അല്ലെങ്കിൽ ചെറുതാക്കി കളയും. അതിൻ്റെ ഒരു വാക്യം വായിക്കാം. 106-ാം സങ്കീർത്തനം 15-ാം വാക്യം, Psalm 106 verse 15. 106-ാം സങ്കീർത്തനം 15-ാം വാക്യം. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. കണ്ടോ, ദൈവം നമ്മൾ അപേക്ഷിച്ചത് തരും. ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഇതാണ് നമ്മൾ എല്ലായിടത്തും പറയുന്നത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ കർത്താവ് തരും കേട്ടോ. നമ്മൾ അന്യോന്യമൊക്കെ ചിലപ്പം പറയാറുണ്ട്, ബ്രദറെ പ്രാർത്ഥിക്കുക, സിസ്റ്ററെ പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ പിന്നെ വിശ്വാസം ഒരു പടിയും കൂടെ കടത്തി പറയും, നമുക്ക് കർത്താവിൽ നിന്ന് പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിക്കണം. അപ്പോൾ കർത്താവ് തരാൻ മനസ്സില്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, നമ്മൾ നിന്ന് പിടിച്ചു വാങ്ങിക്കുക. അപ്പോൾ കർത്താവിനെ പറ്റി എന്ത് പിക്ചറാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പോകാൻ ഫീസ് കൊടുക്കാൻ വേണ്ടി അപ്പൻ്റെ നിന്ന് പൈസ പിടിച്ചു വാങ്ങിച്ച് ഫീസ് കൊടുത്തിട്ടുണ്ടോ? അപ്പം വല്ല കള്ളൂടിയനാണെങ്കിൽ ചില പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വരും. പക്ഷെ സാധാരണഗതിയിൽ ഒരു സ്നേഹമുള്ള അപ്പനാണെങ്കിൽ, അല്ലേ, നമ്മൾ അപ്പനെ നിന്ന് പിടിച്ചൊന്നും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണ്ട ഫീസ്.
അപ്പനറിയാം മോക്ക് ഫീസ് കൊടുക്കണം, മോന് ഫീസ് കൊടുക്കണം. എൻ്റെ സ്വർഗത്തിലെ അപ്പനെ എത്രയധികം അറിയാം. പിന്നെ എന്തിനാ ഈ പിടിച്ചു വായ്പ എവിടെ നിന്നായി വന്നത് എനിക്കറിയത്തില്ല, അല്ലേ? അതൊരു പ്രവാചക ഭാഷയാണ്. ഒന്ന് സിസ്റ്ററെ ഇങ്ങനെ ഇരുന്നാൽ പോരാ, പിടിച്ചു മേടിക്കണം. ഇവിടെ പറയുന്നത് പിടിച്ചൊന്നും വാങ്ങിക്കേണ്ട, തരും. പക്ഷെ കൂട്ടത്തിൽ പാക്കേജ് ഒന്നുകൂടെ ഉണ്ട്. എന്താണ്? ക്ഷയം. ഞാനല്ല പറഞ്ഞ, ആ സങ്കീർത്തനത്തിലുണ്ട്. എന്താ? അവൻ ചോദിച്ചത്, അപേക്ഷിച്ചത് കൊടുത്തു, കൂട്ടത്തിൽ എന്നും കൂടെ കിട്ടി. ആൻഡ് ഹീ സെൻഡ് ലീൻനെസ് അലോങ് വിത്ത് ഇറ്റ് എന്നാണ്. ഇന്ന് ദൈവത്തോട് ഉപസിച്ച് ചോദിച്ച് പിടിച്ചു വാങ്ങിച്ച് എല്ലാം പിടിച്ചു വാങ്ങിച്ച് വെച്ച് ഭൂമിയിൽ. പക്ഷെ കൂട്ടത്തിൽ ക്ഷയം, ഒന്നും കഴിക്കാൻ വയ്യ. ഇപ്പം ആ കൂടെ മില്ലറ്റ്സും ക്വിനിയയും പിന്നെന്തിനാണ്? പണ്ട് കന്നുകാലി തിന്നതെല്ലാം ഇപ്പം നമ്മൾ തിന്നെയും. നമ്മൾ തിന്നുന്ന കന്നുകാലി തിന്നതെന്ന് അറിയത്തില്ല. പ്രാണന് ക്ഷയം, ഇല്ലേ? സത്യമാണ്. പക്ഷേ വേറെന്തിനാ കുറവ്? അപേക്ഷിച്ചതൊക്കെയും ദൈവം തന്നു. വീട് ചോദിച്ചു, തന്നു, എല്ലാം തന്നു. പക്ഷെ കൂട്ടത്തിൽ ക്ഷയം കൂടെ തന്നത് അറിഞ്ഞില്ല. അത് പാക്കേജായിരുന്നു, എൻ്റെ കൂട്ടത്തിൽ വന്നതാ. അതുകൊണ്ട് ദൈവത്തോടെ എല്ലാം കയറി ചോദിക്കുമ്പം, ഞാനിപ്പോൾ ഇവിടുന്ന് ആ പഴയ പാട്ട് പാടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, പഴയ ഭക്തന്മാരുടെ പാട്ട്. സത്യം പറഞ്ഞ പ്രസംഗം നിർത്തിയിട്ട് പാട്ട് പാടാനാണ് തോന്നുന്നത്. ചോദിക്കുന്നില്ലേ അടിയാൻ. ഏതാ പാട്ടെന്നറിയാമോ? തുൻപമറ്റ ജീവിതവും ഏറെ ധനമാനങ്ങളും ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നില്ലപ്പാ അതൊന്നും. ഇന്ന് നമ്മൾ ഈ ധനമാനങ്ങളും ഇൻപങ്ങളും സുഖങ്ങളും തുൻപമറ്റ ജീവിതങ്ങളും ഒക്കെ നമ്മൾ ചോദിച്ചങ്ങ് മേടിക്കുക. അത് ചോദിക്കുമ്പോൾ തരും, നമ്മുടെ കർത്താവ് തരും. പക്ഷെ ഇതെല്ലാം അന്ന് ഭക്തന്മാർക്ക് ഇതൊന്നും ചോദിച്ചില്ല, അവർക്കത് കിട്ടിയില്ല. പക്ഷെ പ്രാണന് ക്ഷയമല്ലായിരുന്നു, അവരുടെ പ്രാണങ്ങൾ പുഷ്ടിയുണ്ടായിരുന്നു. അവർക്ക് പുഷ്ടിയുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർക്ക് പലർക്കും പുഷ്ടിയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് പുഷ്ടി? ആത്മീയമായ ഒരു പുഷ്ടിയുള്ളവരായിരുന്നു. ഇന്നത്തെ തലമുറ, ഞാൻ വേദനയോടെ പറയുക, നമുക്ക് ചോദിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ട് പലപ്പോഴും, പക്ഷേ ഇവിടെ പുഷ്ടിയില്ല. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് പുഷ്ടി പ്രാപിക്കുന്നില്ല, അല്ലേ? ക്ഷയിച്ചിരിക്കുക. ഈ ക്ഷയം മാറണമെങ്കിൽ ചില തിരുത്തലുകൾ നമ്മൾ നടത്തിയേ പറ്റൂ. നമുക്കൊരു TB കണ്ടുപിടിച്ചാൽ എത്ര അഗ്രസീവായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് അതിനെ നമ്മൾ, അല്ലേ, ഡീൽ ചെയ്യും. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രാണന് ക്ഷയം നമുക്ക് എവിടെയെങ്കിലും മനസ്സിലാക്കിയാൽ അത് ബോധപൂർവം നമ്മൾ ട്രീറ്റ് ചെയ്യണം. അത് ഡോക്ടർ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ദൈവവചനപ്രകാരം ദൈവാത്മാവിൻ്റെ സഹായത്താൽ ട്രീറ്റ് ചെയ്യപ്പെടണം. അങ്ങനെയെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനം നമുക്കൊരവസരം ദൈവം തരിക. ബിറ്റർനെസ് ഡിക്രീസസ് അവർ സോൾ. അടുത്തത് ഈ ലീൻനെസ്, ഈ പറഞ്ഞ ക്ഷയം വന്നാലുള്ള കുഴപ്പം, അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ലീൻനെസ് ഡിക്രീസസ് the capacity of our souls to respond to God and to follow His ways. എൻ്റെ ഉള്ളിലൊരു ക്ഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് പ്രതികരിക്കാനുള്ള ആ ഒരു ശക്തി കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വഴികൾ അറിയാനോ ആ വഴിയിൽ നടക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഞാനും ഒരു പരുവത്തിലങ്ങ് പോവും. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ പോകുമെന്ന് ഗ്യാരണ്ടിയില്ല. രണ്ട്, ദൈവം എന്തെങ്കിലും പറയുന്നെങ്കിൽ എനിക്കത് കേൾക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനും കൂട്ടത്തിൽ പാട്ടും പാടി സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പാട്ടും പാടി പോയിക്കൊണ്ടിരിക്കുക. നമ്മളൊരു കൂട്ടത്തിൽ പാട്ടും പാടി ഒരു ഓളത്തിനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നേ. ദൈവശബ്ദം കേട്ടും ഈ പറഞ്ഞ ദൈവ വഴിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചാണോ പോകുന്നതെന്ന് സംശയമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക, ഇയാളെന്തോ വന്നപ്പോൾ തൊട്ട് നമ്മളെ തെറി പറയുന്നത്. നിങ്ങളെല്ലാന്ന് ഈ ആരാണ്ട് പറഞ്ഞ പോലെ ഈ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് രണ്ട് പറയാൻ പറ്റും നമ്മളോട് തന്നെ. നമ്മളെല്ലാം മാറണം പ്രിയപ്പെട്ടവരെ. ഒരു വലിയ മാറ്റം നമുക്ക് ആവശ്യമുണ്ട്, ഒരു വലിയ മാറ്റം. ഓക്കെ, ഇവിടെ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബിറ്റർനെസ്, ഈ കയ്പ് മാറി, ഈ കലക്കവും മലിനതയും ക്ഷയവും മാറി ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് വരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പിശാചിന് കൊടുത്ത ഇടം തിരിച്ചു പിടിക്കണം. യു നീഡ് ടു റീഗെയിൻ ദ ലോസ്റ്റ് ഗ്രൗണ്ട്. അതാണ് എൻ്റെ പ്രസംഗ വിഷയം. ഹൗ ടു റീഗെയിൻ ദ ലോസ്റ്റ് ഗ്രൗണ്ട്. ഈ പിശാചിന് ഇടം കൊടുത്തുപോയി.
ഇടം കൊടുത്താൽ, അവനൊരു കമ്പ് കുത്താൻ സ്ഥലം കൊടുത്താൽ എന്ത് ചെയ്യും? അവൻ വന്ന് കയറി അവൻ പിന്നെ ഈ പറഞ്ഞ പോലെ ആധാരമൊക്കെ അവനെ ആക്കിയെടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ പോക്കുവരുത്തും എന്താണ് പട്ടയവും എല്ലാം പിടിച്ച് എല്ലാം പിടിച്ച് അവൻ്റെ പേരിലാക്കും. അങ്ങനെ അവന് എഴുതി കൊടുത്ത സ്ഥലം തിരിച്ചെഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 23-ാം സങ്കീർത്തനം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അതിനകത്ത് 3-ാം വാക്യം എന്തായിരുന്നു? യഹോവ എൻ്റെ ഇടയനാവുമെന്ന് എല്ലാവർക്കും അറിയാം, പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ളതും അറിയാം. അത് കഴിഞ്ഞ് 3-ാം വാക്യം, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രാണനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാണനാണ് ക്ഷയം വന്നത്. ഇപ്പം ഈ ക്ഷയമുള്ള പ്രാണനിൽ എന്താണ്? ഒരു തണുപ്പ്, അല്ലേ? ഒരു തണുപ്പ്. ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ ദാഹിച്ചിരിക്കുമ്പം, ചൂടേറിയിരിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ എന്തൊരാശ്വാസമാണ്. ഇതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാണനിൽ ഒരു തണുപ്പ് വരട്ടെ. പക്ഷേ ആ തണുപ്പ് AC കയറിയിരുന്നാൽ കിട്ടത്തില്ല. ആ പ്രാണൻ്റെ തണുപ്പ് തരുന്നവൻ ഒരുവൻ അതിൻ്റെ ഇടയനാണ്. അത് ഇന്ന ചർച്ചിൽ പോയാൽ ആ തണുപ്പ് കിട്ടത്തില്ല, ഇന്ന ദേവദാസൻ്റെ പുറകെ പോയാലും കിട്ടത്തില്ല. അതിൻ്റെ ഇടയൻ ആരെ ഞാൻ ഇടയനാക്കി അവൻ്റെ പിന്നാലെ ഞാൻ പോകുന്നു. ആ ഇടയൻ എനിക്ക് പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും തരും. പക്ഷേ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. ഇംഗ്ലീഷിൽ ഹി റിസ്റ്റോഴ്സ് മൈ സോൾ. അവിടെയാണ് നമുക്കിന്നൊരു വർഷത്തിൻ്റെ അവസാന ആവശ്യം, ദ റിസ്റ്റോറേഷൻ ഓഫ് അവർ സോൾസ്. നമ്മുടെ പ്രാണനൊരു യഥാസ്ഥാപനം ഉണ്ടാവണം, അല്ലേ? എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ഐ നീഡ് ഇറ്റ് ലോർഡ്, എൻ്റെ പ്രാണൻ അത് ആവശ്യമാണെന്ന് തോന്നുന്നപ്പോൾ എനിക്കത് വേണമല്ലോ, അല്ലേ? അപ്പം അവിടെയാണ് 5-ാം വാക്യോ, എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അടുത്തത്, ശത്രുക്കൾ കാണുകെ എൻ്റെ ദൈവം വിരുന്നൊരുക്കുന്നു. എൻ്റെ ശത്രുക്കളെ ഞാൻ കണ്ടിങ്ങനെ പല്ല് കടിച്ചിരിക്കണ്ട, ശത്രുക്കൾ എന്നെ കണ്ടിട്ട് പല്ല് കടിച്ച് ഉരുകിപ്പോവും. അങ്ങനെയാണ് വാക്യം. അപ്പം ഇവിടെ എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ ഐ ആം നോട്ട് ബോതർഡ് അബൌട്ട് മൈ എനിമീസ് ഓർ ഹൂ ആർ മൈ എനിമീസ് ആർ, ബട്ട് അവരുടെ മുമ്പിലും ദൈവം എന്നെ ഐശ്വര്യമായി, സമൃദ്ധിയായി, സന്തോഷത്തോടെ, തൃപ്തിയോടെ എന്നെ നടത്തുന്നു എന്നുള്ളത് അവർ സാക്ഷ്യം പറയും. അതാണ് വേണ്ടത് പ്രിയപ്പെട്ടവർ. അപ്പോൾ ഇവിടെ ഈ ലോസ്റ്റ് ഗ്രൗണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ ഇടം, ആ ഗ്രൗണ്ട് എന്നുള്ളതിന് ഞാനൊരു ഡെഫിനിഷൻ പറഞ്ഞു. ഈ ഡോണ്ട് ഗീവ് റൂം എന്നൊരിടത്തുണ്ട്, വേറെത്ത് ഡോണ്ട് ഗീവ് പ്ലേസ്, അല്ലേ? അല്ലെങ്കിൽ സ്പേസ് എന്നൊക്കെ പറയും. ആ സ്പേസിന് ഇറ്റ്സ് ആക്ച്വലി എ ജൂറിസ്ഡിക്ഷണൽ ഏരിയ ഓഫ് അവർ സോൾസ്. അത് ശരിക്കും നിയമപരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത്രയും സ്ഥലം നമ്മൾ പിശാചിന് കൊടുത്തു പോയി. അതാണ് കാര്യം. അപ്പം ഈ പ്ലേസ് എന്ന് പറഞ്ഞത്, ഇടമെന്ന് പറയുന്നെങ്കിലും അതൊരു ലീഗൽ കൺട്രോൾ ഉള്ള സ്ഥലമാണ്. ആർക്ക് ലീഗൽ കൺട്രോൾ? ഡെവിൾ, പിശാചിന് നിയമപരമായിട്ട് അവിടെ അവന് അവകാശമുണ്ട്. അവൻ ചുമ്മാ പറയുന്നതല്ല. അവൻ കള്ളൻ്റെ അപ്പനാന്ന് പറയും, പക്ഷേ ഇത് കള്ളമല്ല, നമ്മൾ കൊടുത്തതാ, അല്ലേ? അവൻ വന്ന് പിടിച്ചെടുത്തതൊന്നുമല്ല, അവൻ യുദ്ധം ചെയ്തെടുത്തതൊന്നുമല്ല, നമ്മൾ കൊടുത്തതാ. ഇനി ഒരു കാര്യം കൂടെ ഓർത്തോണം, പിശാചിന് നമ്മുടെ മേൽ ഒരു അധികാരവും ഇല്ല, നാം കൊടുക്കുന്നതൊഴികെ. എത്ര പേരത് മനസ്സിലാക്കി? പിശാചിന് എന്തെങ്കിലും അധികാരം നമ്മുടെ മേൽ എടുക്കാൻ കഴിയുന്നെങ്കിൽ നമ്മളത് കൊടുത്തതുകൊണ്ടാണ്. അവൻ ഇങ്ങോട്ടൊന്ന് പോരാടി എടുത്തതൊന്നുമല്ല, നമ്മൾ കൊടുത്തതുകൊണ്ടാണ്. ഇല്ല പറയത്തില്ല, താലത്തിൽ കൊണ്ടു കൊടുത്തെന്ന് പറഞ്ഞോളൂ. നമ്മൾ പലപ്പോഴും കൊണ്ടു കൊടുക്കുക അവന് ഇടം, അധികാരം കൊണ്ടു കൊടുക്കുക. അങ്ങനെ കൊണ്ടു കൊടുത്തത് ഇന്ന് നമുക്ക് മടക്കിയെടുക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പോലും പിശാചി കർത്താവേ ഞാനാണ് ഇടം കൊടുത്തത്, പക്ഷേ ഇന്ന് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണുന്നു, പക്ഷേ അത് കൊടുത്തത് ഞാൻ തന്നെയാണ്. മാതാപിതാക്കളെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, കുഞ്ഞുങ്ങളെ മാത്രം കുറ്റം പറയരുത്. അവരൊരു പക്ഷേ ഇന്നായിരിക്കുന്നതിന് ഒരവസ്ഥ, നിങ്ങൾ അവരെ ദൈവവഴിയിൽ നടത്താതെ അന്ന് ദൈവ വഴികളെക്കാട്ടിലും നിങ്ങൾക്ക് ലോകത്തിൻ്റെ വഴികളായിരുന്നു നിങ്ങൾക്ക് പ്രാധാന്യം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. അതിൻ്റെ അർത്ഥം അതിലൂടെ പിശാചിന് നിങ്ങൾ ഇടം കൊടുത്തു. അതാ കാര്യം. ഇന്ന് നമുക്ക് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഈ പറഞ്ഞ പോലെ പിശാചിന് കൊടുത്ത ഇടം നമുക്ക് തിരിച്ചു പിടിക്കണം. പ്രിയപ്പെട്ടവർ, നമുക്ക് തിരിച്ചു പിടിക്കണം, അല്ലേ? അപ്പം ഒരു ഗ്രൗണ്ട്, ലീഗൽ അതോറിറ്റി ഉള്ളൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽ അധികാരമുള്ളവൻ ഒരുത്തനുണ്ടെന്നാണ് അർത്ഥം, അല്ലേ? ഒരുത്തനൊരു പൊസഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരുവനുണ്ട്, അതിന് അധികാരിയായിട്ടുണ്ട്. അവനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, അതവൻ്റെ ആ ഗ്രൗണ്ട് അതിൻ്റെ മേലൊരു അധിപതിയുണ്ട്. ആ അധിപതിക്ക് ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേസ് ഓഫ് ഓപ്പറേഷൻ. എന്താണ്? ആ ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത്.
അമേരിക്ക മാത്രമല്ല മിലിറ്ററി ബേസ് ഉള്ളത്. അവർക്ക് എവിടെയൊക്കെ ഉണ്ട്? അവർക്ക് ആരെങ്കിലും ഒരു ശത്രുരാജ്യം ഉണ്ടെങ്കിൽ അവരൊരു ടാക്റ്റിക്കാണ്, ആ ശത്രുരാജ്യത്തിൻ്റെ അയൽ രാജ്യത്ത് പോയി കുറേ സ്ഥലം മേടിച്ച് അവിടെ ഒരു മിലിറ്ററി ബേസ് അങ്ങ് വയ്ക്കും. എന്നിട്ട് അവിടെ അവരിതെല്ലാം വെച്ചിട്ട് മറ്റേ വലിയ ക്യാമറയൊക്കെ വെച്ച് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ചുറ്റും ചില രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ചില ബേസുകളുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണാം, അല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഗ്രൗണ്ട് കൊടുത്താൽ പിശാച് അതിൽ വന്ന് കയറിയിരുന്ന് അവൻ്റെ ബേസ് ഓഫ് ഓപ്പറേഷൻ ആക്കി എടുക്കും. അവന് എന്നെ മാത്രമല്ല അവൻ അറ്റാക്ക് ചെയ്യുന്നത്, അവൻ ഇവിടെ ബേസ് ആക്കിക്കൊണ്ട് അനേകരെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് അനേകർ മലിനപ്പെടും എന്ന് പറഞ്ഞത്. മനസ്സിലായോ? കാര്യം ഓർക്കണം, നിങ്ങൾ ബേസ് ഇവിടെ കൊടുത്താൽ നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളിവിടെ ബേസ് കൊടുത്തത് കാരണം അനേകർ ബാധിക്കപ്പെടുന്നു. ദൈവമേ, ഒരു ആമേനും ഇല്ല, ഒരു അല്ലേലിയോ ഇല്ല, ഒരു സ്തോത്രവും ഇല്ല, ഒന്നുമില്ല. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, സത്യം പറയുമ്പോൾ ഒരു ആമേനും വരത്തില്ല. അല്ലാതെ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പം സ്പ്രിങ്ങിൽ നിന്നേനെ, അല്ലേ? ഞാൻ ഇവിടെ ഇടം കൊടുക്കുമ്പം പിശാചിന് ഇവിടെ ഒരു ബേസ് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തു. ഇവിടെ ഇരുന്നുകൊണ്ട് അവൻ ഓപ്പറേഷൻ തുടങ്ങും. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവൻ ചുറ്റുപാട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നിൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എൻ്റെ കുടുംബത്തിൽ ആദ്യം പ്രവർത്തിക്കും, ഓരോരുത്തരെ പിടിക്കും. എൻ്റെ കുടുംബത്തെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റു കുടുംബങ്ങളെ പിടിക്കും, കുടുംബങ്ങളെ പിടിക്കുമ്പം സഭകളെ പിടിക്കും, സഭകളെ പിടിക്കുമ്പം സമൂഹത്തെ അത് ബാധിക്കും. കാര്യം സമൂഹത്തിന് പിന്നെ ഒരു ത്രെട്ടും ഇല്ല സഭ, അല്ലേ? ഇന്ന് ഏതെങ്കിലും സിറ്റിക്ക് അവിടെ ഒരു ചർച്ചുണ്ട്, അതുകൊണ്ട് ദ ചർച്ച് ഇസ് എ ത്രെറ്റ് ടു ദി സൊസൈറ്റി എന്നാരെങ്കിലും പറയൂ? സൊസൈറ്റി അറിയുന്നവരുമില്ല നമ്മളെ കൂടെ ഉണ്ടെന്ന്. പണ്ട് ഒരു രക്ഷിക്കപ്പെട്ട ഒരു വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ അയാൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ മാറി നിൽക്കും. കാര്യം അവർക്കറിയാം ഒരു ഭക്തനായ മനുഷ്യനാണ്. ഒരു ഭക്തിയുള്ളൊരു കുടുംബം ഉണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ പറയും, അയ്യോ അവിടെ പ്രാർത്ഥിക്കുന്നവരാ, കളിക്കല്ലേ അവരെടുത്ത്, അല്ലേ? അവിടെ ആരാധിക്കുന്ന ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു സഭയുണ്ടെ പറയും, അയ്യോ അവരുടെ നേരെ ഒന്നും എടുക്കല്ലേ, അവർ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്താൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ ഒരു പേടി പണ്ട് രക്ഷിക്കപ്പെട്ടവരെ പറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കുടുംബങ്ങളെ പറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള സഭകളെ പറ്റി ഉണ്ടായിരുന്നു. ഇന്നോ നമ്മളായിട്ട് ചവിട്ടി തേക്കിയല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് എന്ത് വിലയാണ് ഉള്ളത്? വിശ്വാസിക്ക് എന്ത് വിലയാണ് ഉള്ളത്? സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക്, എന്ത് വിലയാണ് ഉള്ളത്? നമുക്ക് നല്ലൊരു പേരും കിട്ടിയിട്ടുണ്ട്, എന്താണ്? മൊണ്ണ വിശ്വാസികൾ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, കറക്റ്റാ, എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്ന അവർക്കെതിരെ? അവർ പറഞ്ഞ കറക്റ്റാ. ഈ വചനം അറിയാത്തവർ മൊണ്ണ വിശ്വാസികളാണ്. ഞാൻ ചോദിക്കുന്നില്ല മൊണ്ണ വിശ്വാസികളൊന്ന് കൈപോക്കാൻ. നിങ്ങളെനിക്കിത് കഴിഞ്ഞ് കാണാനുള്ളതാണ്. ഓൺലൈനിൽ ചോദിക്കുക, എത്ര പേര് ഓൺലൈനിൽ ഞങ്ങളെ മൊണ്ണ വിശ്വാസികൾ കേൾക്കുന്നുണ്ട്? സത്യമാണ് പ്രിയപ്പെട്ടത്, നമ്മൾ മൊണ്ണകളായിപ്പോയി. ഈ ദൈവവചനം അറിയാത്തവരെ പോലെ, ഒന്നേ അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ അറിയത്തില്ല. പുതുതായി വരുന്നവർക്ക് അറിയത്തില്ല, കാരണം അവർക്ക് അതും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ പഴയ അറിയാവുന്നവരുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. വാട്ട് അബൌട്ട് യു? യു ഓൾറെഡി ന്യൂ ദ വേർഡ് ഓഫ് ഗാഡ്, ബട്ട് ആർ യു ലിവിങ് ദ വേർഡ് ഓഫ് ഗാഡ്? നിങ്ങൾക്ക് വചനം അറിയാമല്ലോ. പഴയ ആൾക്കാരോട് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടെ, വചനം അറിയത്തില്ലേ നിങ്ങൾക്ക്? പുതിയ ആൾക്കാർ പോട്ടെ, അവർക്ക് അറിയത്തില്ല, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നേ. ഇവിടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓർ ബേസ് ഓഫ് ഓപ്പറേഷൻ, സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു റീഗെയിൻ ദ ഗ്രൗണ്ട് എ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഓരോ പടിപ്പടിയായി, ഓരോ സമയത്ത് ഓരോ പടിപ്പടിയായി നമ്മൾ വിട്ടുകൊടുത്ത സ്ഥലം തിരിച്ചു പിടിക്കണം. അതിൽ നമ്മൾ ഓർക്കണം, ഓരോ പ്രാവശ്യം നമ്മുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കാൻ വിടുന്നോ അത്രത്തോളം അധികം സ്ഥലം നമ്മൾ വിട്ടുവിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി പറ, നമ്മൾ സ്ഥലം ഒന്നൊന്നായി അടിവെച്ച് തിരിച്ചു പിടിക്കുന്നോ അതോ അടിവെച്ച് അവന് വിട്ടുകൊടുക്കുന്നോ? പറഞ്ഞേ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഈ പറയുന്ന പോലെ പാവം ഒന്നും ചെയ്യുന്നില്ലല്ലോ ബ്രദറെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വലിയ കൊടുംപാവമൊന്നും പറഞ്ഞില്ല. കോപിച്ചിട്ട് അത് ഡീൽ ചെയ്യാതെ സൂര്യൻ അസ്തമിക്കാൻ വിട്ടാൽ അത്രയും കൂടെ വീണ്ടും സ്ഥലം കൊടുക്കുക. 2024 ജനുവരി 1 നിങ്ങൾ എത്ര സ്ഥലം കൊടുത്തിരുന്നോ, ഇപ്പം 12 മാസം കഴിഞ്ഞപ്പം എത്രയും കൂടെ കൊടുത്തു? മിക്കവാറും എല്ലാം പോയി. ഇനി നമ്മുടെ കയ്യിലൊന്നുമില്ല, ഇരിക്കണ വീട് മാത്രമേ ഉള്ളൂ ബ്രദറെ. അതും ജപ്തിയിലാണ്, മിക്കവാറും ഒറ്റയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം
എന്താണ് ഒറ്റിക്കാരൻ്റെ കരുണയിലാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കഴിയുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. ഇതെങ്ങനെ പറ്റി? ഇടം കൊടുത്തു. എങ്ങനെ ഇടം കൊടുത്തത്? വലിയ പട്ടികപ്പെട്ട പാവമൊന്നും ചെയ്തില്ല. പക്ഷെ എന്താ ചെയ്തത്? കോപിച്ചിട്ട് ആ കോപം ഡീൽ ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ കോപത്തിന്മേൽ എത്ര സൂര്യൻ അസ്തമിച്ചു പോയിട്ടുണ്ടോ അത്രത്തോളം ഇടം പിശാചിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗൗരവമുള്ള കാര്യമായി ഈ പറയുന്നത്. അങ്ങനെ കൊടുത്തു പോയിട്ടുള്ള ഇടം ഒറ്റയടിക്കെല്ലാം കൂടെ എഴുതി എടുക്കാൻ ഒക്കത്തില്ല. എങ്ങനെ പടിപ്പടിയായിട്ട് കൊടുത്തോ അതുപോലെ പടിപ്പടിയായിട്ട് തിരിച്ചെടുക്കണം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യുദ്ധങ്ങളിലറിയാം, നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ ഒറ്റയടിക്ക് പോയി പിടിച്ചെടുക്കത്തില്ല. ഇപ്പം നമുക്കറിയാം, ചില യുദ്ധങ്ങൾ ചില രാജ്യങ്ങൾ നടക്കുമ്പം ഒരു രാജ്യം പോയി ചില സ്ഥലങ്ങളൊക്കെ തിരിച്ച് പിടിക്കുക അല്ലേ? ഒറ്റയടിക്കെല്ലാം കൂടെ പോയി പിടിച്ചെടുക്കുമോ? ഇല്ല. അവർ പടിപ്പടിയായിട്ടും അല്ലേ, അവർ പതുക്കെയാണ് സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കോട്ട അല്ലെങ്കിൽ കോട്ടകളുടെ ഇടിപ്പാൻ എന്ന് പറയുമ്പം അതിന് വേറൊരു വാക്കാണ് ശക്തി കേന്ദ്രം, സ്ട്രോങ് ഹോൾഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ശക്തി കേന്ദ്രം എന്നു ചോദിച്ചാൽ അവിടെ എൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് വെയിൻ ഫിലോസഫീസ്, വ്യർത്ഥവാദം അല്ലേ, വെയിൻ ഫിലോസഫീസ്. ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചു വച്ചിരിക്കുന്ന ചില വ്യർത്ഥവാദങ്ങളുണ്ട്. അത് ഈ വിശ്വാസികൾക്ക് ചില അധികം ഉണ്ടെന്ന് ഞാൻ പറയും. നമുക്കുള്ള വാദങ്ങൾ, ഈ വചനത്തിലെ വാദങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. പക്ഷേ ഇന്ന് പലപ്പോഴും ലോകത്തിൻ്റെതാണ് ഈ വ്യർത്ഥവാദം. പിശാച് കൊണ്ടുവരുന്നതാണ് ചില വ്യർത്ഥവാദങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മൾ അത് പിടിച്ച് നമ്മുടെ തലയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വാദിക്കുന്നുണ്ട്. ഇന്ന് ഈ വേദപുസ്തകം വെച്ച് വാദിക്കുന്നതിനേക്കാളും ചർച്ചിൻ്റെ ബൈലോ വെച്ച് വാദിക്കുന്നവരെ എനിക്കറിയാം. ഇടയ്ക്കൊരു ചർച്ചിൻ്റെ ഇലക്ഷൻ്റെ കാര്യത്തെപ്പറ്റി വലിയൊരു ചർച്ച നടക്കും. അപ്പം ഞാനിത് എന്താണെന്നിങ്ങനെ ശ്രദ്ധിച്ചപ്പം അതിനകത്ത് അവർ മൊത്തം പറയുന്നത് വേദപുസ്തകമായിട്ട് യാതൊരു ബന്ധവും അവർ പറയുന്നില്ല, ആ പരാമർശമേ ഇല്ല. പക്ഷെ പറയുന്ന മുഴുവൻ നമ്മുടെ ബൈലോ പ്രകാരം. അപ്പം ഞാൻ കുറേ നേരം കേട്ടപ്പോൾ ഇവന്മാർക്ക് ബൈലോയോ ഉള്ളോ? അതായത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് ബൈലോ, ഞങ്ങളുടെ ബൈലോ. അപ്പം നോക്കിയേ, ഈ ബൈലോ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നു? ഒരു വ്യർത്ഥവാദമാണ് ശരിക്കും പറഞ്ഞാൽ. അത് തലയ്ക്കകത്ത് അങ്ങ് കയറിയപ്പം ഈ വചനപ്രകാരം ഇനി സഭയെ ഓടിക്കണമെന്ന് അവർക്ക് യാതൊരു താല്പര്യവും ഇല്ല. അവർ ചർച്ചിനെ ഓടിക്കാൻ ഇപ്പം ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ബൈലോ. ഇത് ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലെ ദൈവവചനപ്രകാരമല്ലാതെ നമ്മുടെ ജീവിതങ്ങളെയോ കുടുംബങ്ങളെയോ സഭയോ നമ്മൾ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചാൽ അത് പരാജയപ്പെടും പ്രിയപ്പെട്ടവരെ. ദൈവവചനപ്രകാരമാണെങ്കിൽ ദൈവഹിതപ്രകാരമാണ്, ദൈവഹിതപ്രകാരമാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവും. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് വിസിബിളാണ്, അത് കാണാൻ പറ്റും, നമുക്കത് അനുഭവിക്കാൻ പറ്റും. നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും ചുറ്റുമുള്ളവർ നോക്കിയിട്ട് പറയും അവരുടെ കൂടെ ദൈവമുണ്ട്. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. തിമോത്തിയോസ് പൗലോസിനോട് പറയുന്നുണ്ട്, ദാറ്റ് യുവർ പ്രോഗ്രസ് വിൽ ബി എവിഡൻറ്റ് ടു ഓൾ എന്നൊരു പദമുണ്ട്. ആ പദം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിന്റെ അഭിവൃദ്ധി സകലരും അറിയേണ്ടതിന്. അതിൻ്റെ അർത്ഥം ദൈവം നമുക്കൊരു അഭിവൃദ്ധി തരുമ്പം അത് നമ്മൾ പറഞ്ഞു നടക്കേണ്ട, നമ്മൾ പബ്ലിസൈസ് ചെയ്യേണ്ട, ചുറ്റുമുള്ളവർ കാണും, അവനെ ദൈവം അനുഗ്രഹിച്ചു, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു, ആ സഭയെ ദൈവം അനുഗ്രഹിച്ചു അല്ലേ, ആ സമൂഹത്തെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് ചുറ്റുമുള്ളവർ സാക്ഷ്യം പറയും. ബൈബിൾ ഒരു പദവും കൂടെ കടത്തി എഴുതിയിട്ടുണ്ട്, എന്നിട്ട് അവർ ദൈവത്തെ സ്തുതിക്കും. ഇതുപോലെ ജാതികൾ ദൈവത്തെ സ്തുതിക്കുന്ന കാലം വരും പ്രിയപ്പെട്ടവരെ. പക്ഷെ ജാതികൾ, നമുക്ക് ചുറ്റുമുള്ള ജാതികൾ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ അവരുടെ മേലൊരു ദൈവഭയം വീഴണം. പക്ഷെ ആ ദൈവഭയം ആദ്യം അവരിലല്ല വീഴുന്നത്, ആദ്യം ദൈവഭയം ദൈവസഭയിൽ വീഴണം. എത്ര പേര് വിശ്വസിക്കുന്നു? ഗോഡ്സ് ഫിയർ, ദ ഫിയർ ഓഫ് ഗോഡ് ഷുഡ് മാനിഫെസ്റ്റ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ് ഫസ്റ്റ്. അല്ലേ, ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ ആദ്യം ഈ ദൈവഭയം വേണം. ഇല്ലെങ്കിൽ പത്രോസ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ എന്തു വരുമെന്നാണ് പറഞ്ഞ ന്യായവിധി ദൈവഗ്രഹത്തിൽ തുടങ്ങുവാൻ സമയമായി. ദൈവത്തിൻ്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ദൈവഭയം മടക്കി കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ആദ്യത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പായി പറയുന്നത്, ഇപ്പോഴും ഡീൽ ചെയ്യപ്പെടാത്ത കോപം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതിൻ്റെ മേൽ എത്രയോ സൂര്യൻ അസ്തമിച്ചു പോയ രാത്രികളുണ്ടെങ്കിൽ അതിൽ ഒന്നൊന്നായി തിരിച്ചു പിടിച്ചു കൊണ്ടുവരണം. അവിടെയാണ് ഈ വ്യർത്ഥവാദങ്ങൾ നമുക്ക് വേണ്ട, വെയിൻ ഫിലോസഫീസ് നമുക്ക് വേണ്ട അല്ലേ. അവിടെ നോക്കിയേ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം,
അവിടെ ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട്. അതാണ് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഇന്ന് ഞാനൊരു സത്യം പറയട്ടെ, ചർച്ചകളിലെ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പം വെറും തത്വജ്ഞാനവും വഞ്ചനയും, നാടൻ ഭാഷ പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പ്, ഇതും കൊണ്ട് സത്യം പറഞ്ഞാൽ സഭയെ വഞ്ചിച്ചിരിക്കുക അല്ലേ. ഭയങ്കര തത്വജ്ഞാനമൊക്കെയാണ് പറയുന്നത്, ഇംഗ്ലീഷിലത് ഭയങ്കര ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ ഇത് വെറും തട്ടിപ്പാണെന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. അടുത്തത്, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം കണ്ടോ, അത് മനുഷ്യന്റെ സമ്പ്രദായമാണ്. ചർച്ചിലൊരു ഇലക്ഷൻ നടക്കുന്നെങ്കിൽ അത് മനുഷ്യന്റെ സമ്പ്രദായം, അത് ദൈവത്തിന്റെ സമ്പ്രദായമല്ല, അത് ദൈവമക്കളുടെ സമ്പ്രദായമല്ല. ഒരാമയും പറയുമോ? ഈ ചർച്ചിൽ ഇലക്ഷൻ ഇല്ലാത്തതിനായിട്ട് സ്തോത്രം, കാരണം ഇവിടെ കമ്മിറ്റി ഇല്ല, അതുകൊണ്ടാണ്. ശരിയല്ലേ? സാജു മാത്യു ബ്രദർ സാജു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഇലക്ഷന് ഇപ്പം ഞാൻ നിൽക്കുക, ബ്രദർ നിൽക്കുക, രണ്ടുപേരും ഒരേ പോസ്റ്റ് നിൽക്കുക. വചനപ്രകാരം എനിക്ക് ബ്രദറിനെതിരെ ഇലക്ഷൻ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്നെക്കാളും ശ്രേഷ്ഠനെന്ന് ഞാൻ ബ്രദറിനെ എണ്ണണം. അപ്പം ഞാൻ എന്ത് പറയണം? ഞാൻ പിന്മാറുക. എന്ത് പറ്റി? അല്ല, പുള്ളിയാണ് എന്നെക്കാളും ശ്രേഷ്ഠൻ, പുള്ളി അങ്ങ് തിരഞ്ഞെടുത്തോട്ടെ, എതിരില്ലാതെ പുള്ളി തിരഞ്ഞെടുക്കപ്പെട്ടു, ഞാനില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കും ഇലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ചർച്ച് കാര്യത്തിൽ. ശരിയല്ലേ? ഞാൻ ഇലക്ഷനിൽ നിന്ന് വോട്ട് ചോദിക്കുമ്പോൾ എന്താ ചോദിക്കുന്നത്? അയാളെക്കാളും ഞാനാണ് എല്ലാം കൊണ്ടും ഈ സ്ഥാനത്തിന് യോഗ്യൻ, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം. അടയാളം മറക്കല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ വോട്ട് ചോദിക്കുന്നത്? ആരാ ചോദിക്കും അല്ലേ? അപ്പം വചനത്തിന് തന്നെ വിരുദ്ധമല്ലേ? അതിനെ ഇവിടെ പൗലോസ് പറയാ, അത് ലോകത്തിൻ്റെ സമ്പ്രദായമാണ്, അത് ലോകത്തിൻ്റെ സമ്പ്രദായമാണ്. അടുത്തത് അത് മനുഷ്യരുടെ സമ്പ്രദായവും ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ. ലോകത്തിന്റെ ആദ്യ പാഠം. അടുത്തത് ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളത് അല്ല. കേട്ടോ, ക്രിസ്തുവിന് ഒത്തവണ്ണം അല്ല. നമ്മുടെ പല ചിന്താഗതികളും, നമ്മുടെ പല സോക്കോൾഡ് ജ്ഞാനവും, നമ്മുടെ സോക്കോൾഡ് പല എന്താണ് പറയുന്നത്, ചില രീതികൾ, ദ വേ ഓഫ് ഡൂയിങ് തിങ്സ്, ഇറ്റ്സ് നോട്ട് ഓഫ് ക്രൈസ്റ്റ്, ഇറ്റ്സ് ഫ്രം ദ വേൾഡ്. അത് ലോകത്ത് മനുഷ്യരുടെ സമ്പ്രദായമാണ്. ഇന്ന് ഞാൻ സങ്കടത്തോടെ പറയുന്നു പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ സഭയിൽ മനുഷ്യരുടെയും ലോകത്തിൻ്റെയും സമ്പ്രദായം ഒത്തിരി കയറി വന്നിരിക്കുന്നു. അത് ഏത് ലോകം ചോദിച്ചാൽ ചിലപ്പോഴേക്ക് ഈ വെസ്റ്റേൺ വേൾഡിനെയും കയറി വന്നിട്ടുണ്ട്. സാധു സുന്ദർ സിംഗ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എപ്പോഴും ഹൃദയത്തോട് ചേർക്കുന്നു. ഇന്ത്യൻസിനോട് സുവിശേഷം പറയുമ്പം ഇന്ത്യൻ കപ്പി കൊടുക്കണം. ശരിയല്ലേ? അത് കറക്റ്റ് അല്ലേ? നിങ്ങൾ വാരണാസിയിലോ ബീഹാറിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ ചെന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ആ വെസ്റ്റേൺ ക്രൈസ്റ്റിനെ ഒരു വെസ്റ്റേൺ കപ്പിലാണ് കൊടുക്കുന്നത്. അതിനെക്കാട്ടിലും ഈ കർത്താവിനെ ഒരു ഇന്ത്യൻ കപ്പിൽ കൊടുക്കുക, അവർക്ക് കുടിക്കാൻ എളുപ്പമായിരിക്കും. ഇതിനകത്ത് വിഷയമല്ലെങ്കിലും ഇറക്കി ഞാൻ വന്നപ്പോഴങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ഫിലോസഫീസാണ് നമ്മുടെ തലയ്ക്കകത്ത് ഇരിക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ അലോ സൈറ്റൻ ടു സ്പോയിൽ ഓർ പ്ലണ്ടർ അവർ സോൾസ്. ഓർക്കണം, നമ്മൾ ഈ തത്വജ്ഞാനവും വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതം നടത്തുന്നത്, നമ്മുടെ കുടുംബം നടത്തുന്നത്, നമ്മുടെ സഭ നടത്തുന്നുവെങ്കിൽ അതിലൂടെ പിശാചിന് എളുപ്പമായി. എന്താണ്? നമ്മുടെ പ്രാണങ്ങളെ കൊള്ളയടിച്ച് കൊണ്ടുപോയി എളുപ്പമായി. ഇന്ന് അനേക സഭകളെ കൂട്ടത്തോടെ പിശാച് കൊള്ളയടിച്ച് കൊണ്ടുപോയി. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പണ്ടൊക്കെ ഒരു സഭ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു രോഗി ആ ദേശത്തുണ്ടെങ്കിൽ, അയാൾ അക്രൈസ്തവനായിരിക്കാം, ചിലപ്പം അവിശ്വാസിയായിരിക്കാം. ആരെങ്കിലും പറയും, അയ്യോ യേശു സൗഖ്യമാക്കും. ആണോ? ഒരു കാര്യം ചെയ്യ്, എനിക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാമല്ലോ. ഞാൻ പ്രാർത്ഥിക്കാനും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എവിടെ? ഞങ്ങൾ കൂടുന്ന ഒരു പള്ളിയുണ്ട്. എവിടെയാണ്? അതുകൊണ്ട് ആ മറ്റേ ഇങ്ങനെ കൈയടിയും പാട്ടും തമ്പയറടിയും കേൾക്കുന്ന അവിടെ തന്നെ. ഒന്ന് അവിടെ വരാൻ പറ്റൂ? നടക്കാൻ വയ്യ. ഞങ്ങൾ കൊണ്ടുപോകാം. കട്ടിലോടെ തൂക്കിയെടുത്ത് അവിടെ കൊണ്ടുപോകും സഭയിൽ. അവരെല്ലാവരും കൂടി ആത്മാവിൽ നിറഞ്ഞ് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഈ ആൾക്ക് സൗഖ്യം വരും. അടുത്ത ഞായറാഴ്ച ഇയാളെ പൊക്കിക്കൊണ്ട് നേരെ ഇടവഴി കൂടെ ഇറങ്ങി, റോഡിൽ കൂടെ ഇറങ്ങി, ഇപ്പുറത്തെ റോഡിൽ കൂടെ ജംഗ്ഷനിൽ കൂടെ ഇപ്പുറത്തോട് അതിലെ കൂടെ കുറുകെ അങ്ങോട്ട് ആറ്റിലോട്ട് ഇറങ്ങാം. പക്ഷേ ആ ജംഗ്ഷൻ വഴി ഒന്ന് കറങ്ങിപ്പോയി. കാരണം ഈ ആൾ പിശാചിൻ്റെ പിടിയിൽ നിന്ന് പോയെന്നൊന്ന് ബോധ്യപ്പെടുത്തണമല്ലോ നാട്ടുകാരെ കൂടെ. കൊണ്ടുപോയി ആ കുളത്തിലോ ആറ്റിലോ കൊണ്ട് മുക്കി അന്നത്തെ ആരാധനയിൽ കൂടി എഴുന്നേറ്റ് സാക്ഷ്യവും പറഞ്ഞു. അന്ന് തൊട്ട് ഈ പ്രിയ സഹോദരനും കുടുംബവും നേണ്ട ഒരു വേദോസം പിടിച്ച് അടുത്ത ഞായറാഴ്ചയായപ്പം അവർ വേർപെട്ട ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. കാര്യം എന്താ? പിശാചിൻ്റെ പൂണിയിൽ നിന്ന് ഒരു കുടുംബം രക്ഷപ്പെട്ടു പോയി.
ഇതായിരുന്നു സംഭവം. ഇങ്ങനെയാണ് ഓരോരോ കുടുംബങ്ങളായിട്ട് ദൈവസഭയിലോട്ട് പണ്ട് കേരളത്തിൽ ചേർന്നുകൊണ്ടിരുന്നത്. അല്ലാതെ വലിയ ക്രൂസൈഡ് നടത്തിയും ഒന്നുമല്ല. ഇതുപോലെ ഒറ്റയ്ക്കുണ്ടായ ആത്മീയ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ ചില അത്ഭുതങ്ങൾ, വിടുതലുകൾ, രോഗസൗഖ്യങ്ങൾ, അല്ലെ എന്തും ആയിക്കോട്ടെ, അതിലൂടെയാണ് അനേകർ സഭകളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ വർഷത്തിലൊരു കൺവെൻഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും ആ കൺവെൻഷനിൽ കേൾക്കുന്ന ദൈവത്തിലൂടെ അനേകർ വന്ന്, ചിലപ്പോൾ കൺവെൻഷനിൽ പറഞ്ഞ ഒളിച്ചിരുന്ന് ഇരട്ടത്തിരുന്ന് കല്ലെറിയാനും അതിനെ കലക്കാനും വന്നിരുന്നവരുണ്ട്. പക്ഷെ കലക്കാൻ വന്നിരുന്നവനൊക്കെ രക്ഷിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ എത്രയോ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ഒരാളുടെ സാക്ഷ്യം കേട്ടു, ഞാൻ കലക്കാൻ ചെന്നതാണ്, പക്ഷേ അവിടെ വെച്ച് എന്നെ കർത്താവ് പിടിച്ചു, അല്ലേ. അങ്ങനെ ആ കൺവെൻഷനിൽ കൂടെ മാനസാന്തരപ്പെട്ട് പാപബോധം ഉണ്ടായി മുന്നേ വന്ന് പൊട്ടിക്കരഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചു പോയി. അങ്ങനെ സഭകളിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏത് കൺവെൻഷനിൽ ഒരാളെങ്കിലും രക്ഷിക്കപ്പെടുന്നു? ഞാൻ വേദനയോടെ പറയുക. ഇന്നൊരു രോഗിയുണ്ട്, അയാളെ പ്രാർത്ഥിക്കാൻ കുമ്മനാട്ട് കൊണ്ടുപോകും. കുമ്മനാട് ഫെലോഷിപ്പ് ആശുപത്രി കൊണ്ടുപോകും, പക്ഷേ കുമ്മനാട് സഭയെ കൊണ്ടുപോകത്തില്ല. പണ്ടൊരു രോഗിയുണ്ട്, ഒരു പെന്തക്കോസ്ത് സഭയെ കൊണ്ടുചെല്ലും പ്രാർത്ഥിക്കാൻ. ഇന്നും വല്ല രോഗികളുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയുക, ആരും എന്നോട് പിണങ്ങല്ലേ, കല്ലുവാരി എറിയരുത്. അവർ തപ്പിച്ചെല്ലുന്ന തങ്കു ബ്രദറിനെയും താരു ബ്രദറിനെയും ടിനു ബ്രദറിനെയൊക്കെ തന്നെയാണ്. കാര്യം അവരൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിലും ഉണ്ട്. ഈ പറയുന്നവരെ നമ്മൾ കിടന്ന് ഇലക്ഷൻ കളിക്കുക. നമ്മളീ കിടന്നുകൊണ്ട് മറ്റ് ലോകത്തിൻ്റെ തത്വജ്ഞാനവും വെറും തട്ടിപ്പും കൊണ്ട് സഭയെ ഓടിക്കുക. അതുകൊണ്ട് എഫക്റ്റ് എന്താണ്? സൈറ്റൻ വാസ് ഏബിൾ ടു പ്ലണ്ടർ സോൾസ്. എന്താണ്? ആത്മാക്കളെ തന്നെ കൊള്ളയടിച്ചുകൊണ്ട് പോയി സഭയിൽ നിന്ന്, അല്ലെങ്കിൽ സഭയെ മൊത്തമായിട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവാൻ നരകത്തിലേക്ക്. ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടോണം പ്രിയപ്പെട്ടവരെ. നാടൻ ഭാഷ പറഞ്ഞാൽ രക്ഷപ്പെട്ടോണം. ഇനിയത്തെ കാലം നമുക്ക് പൊളിറ്റിക്സ് കളിക്കാൻ നേരമില്ല. ഇനിയത്തെ കാലത്ത് നമുക്ക് നീയാണോ ഞാനാണോ എന്ന് തെളിയിക്കാൻ കാലമില്ല. നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദൗത്യം ചെയ്യാൻ നമുക്കുള്ള ആയുസ് ഇനി നമുക്ക് ചെലവഴിക്കാം. അല്ലാത്ത ഒന്നും വേണ്ട. ഈ ദിവസങ്ങളിൽ ഞാനൊരു വലിയ സ്ട്രഗിളിൽ കൂടെ പോകാൻ തുറന്ന് നിങ്ങൾക്ക് അറിയാം. ചിലപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ തത്വജ്ഞാനം എൻ്റെ തലയ്ക്കകത്തും കയറുന്നുണ്ട്. പക്ഷേ ആ തത്വജ്ഞാനം തലയ്ക്കകത്ത് പിടിക്കുമ്പോഴൊക്കെ എനിക്ക് തലയ്ക്ക് മത്ത് പിടിച്ച് ഭ്രാന്ത് പിടിക്കുക. പക്ഷേ ആ തത്വജ്ഞാനം പതുക്കെ തലേന്ന് മാറ്റുമ്പം പെട്ടെന്ന് ഇനിയും നശിച്ചു പോകുന്ന ആത്മാക്കൾ ഇവിടെ ഉള്ളപ്പം എങ്ങനെ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പുതിയ വർഷം കർത്താവ് തരുന്നുവെങ്കിൽ സഭയായി കർത്താവ് എന്തിനു വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിറക്കിയോ, എന്തിനു വേണ്ടി നിങ്ങളെ കുടുംബമായി ദൈവം വിളിച്ചുവോ, എന്തിനു വേണ്ടി സഭയായി ദൈവം നിർത്തിയിരിക്കുന്നുവോ, ആ ദൗത്യത്തിന് വേണ്ടി നമുക്ക് ഇറങ്ങാൻ പ്രിയപ്പെട്ടവരെ. അല്ലാത്തതൊന്നും ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഇറ്റ്. അതാണ് കാര്യം. ഒരു വിലയുമില്ല, അതുകൊണ്ടൊരു ഗുണവുമില്ല. അതുകൊണ്ട് നഷ്ടം വരുന്നത് ഈ പറഞ്ഞ പോലെ ആത്മാക്കൾ, എൻ്റെ ആത്മാവിന്, എൻ്റെ പ്രാണന് ക്ഷയം വരിക മാത്രമല്ല, അനേക ആത്മാക്കളെ കലക്കമുണ്ടാക്കി നരകത്തിലേക്ക് പിശാച് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ ഇടയായിത്തീരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നൊരു മടങ്ങി വരവൊരു ദിവസം ആട്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ പിന്നെ ഈ ആത്മാക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുമെന്ന് പറയുന്നതിൻ്റെ അത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, വി വിൽ സ്റ്റാർട്ട് മേക്കിംഗ് ഡിസിഷൻസ് കോൺട്രറി ടു ഗോഡ്സ് വിൽ. ദൈവഹിതത്തിനെതിരായുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ ഒരു കഷ്ടമെന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ പിശാചിന് നമ്മൾ ഇടം കൊടുത്താൽ അതിൻ്റെ കോൺസിക്വൻസ് ഇതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിത പ്രകാരമേ ആയിരിക്കത്തില്ല. പോരാഞ്ഞിട്ട് ദൈവഹിതം ആണോ എന്ന് പോലും നമ്മൾ തിരക്കാൻ മെനക്കെടത്തില്ല. കാര്യം ഞാൻ ചെയ്യുന്നത് ശരി എന്നെനിക്ക് അങ്ങ് ബോധ്യപ്പെട്ടു. പക്ഷെ ആര് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ശരിയെന്ന്? അത് ദൈവഹിതമാണോ എന്ന് തിരയ്ക്കോ? ഇല്ല. അത് തിരക്കേണ്ട ആവശ്യം പോലും എനിക്ക് തോന്നിയില്ല. ഇന്ന് ആലോചിച്ച് നോക്കട്ടെ, നമ്മൾ എത്ര വട്ടം ഇവിടെ പഠിച്ചൊരു വിഷയമാണ്. ആകയാൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ തിരക്കാറുണ്ടോ? ഇല്ല. കാര്യം എന്താ? എൻ്റെ തലയ്ക്കകത്ത് ആ വെയിൻ ഫിലോസഫി കയറിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവഹിതത്തിന് റെസ്പോണ്ട് ചെയ്യാനും, അല്ലേ, ദൈവഹിതത്തിനനുസരിച്ച് തീരുമാനം എടുക്കുവാനും നമുക്ക് കഴിയാതെ വരും. ആ തരത്തിൽ സ്ട്രോങ് ഹോൾസ് ഇവിടെ കയറി ഇരിപ്പായി, ഇവിടെ കയറി കെട്ടിവെച്ചിരിക്കുക എല്ലാം കൂടെ, അല്ലേ. അങ്ങനെ ആ റോങ് ഡിസിഷൻസ് ചില ഇമോഷൻസ് കൊണ്ട്, ഡിസ്ട്രക്റ്റീവ്, ചില ആരോഗ്യകരമല്ലാത്ത ചില ഇമോഷൻസ് കൊണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ഫിയർ, ഭയം. എല്ലാത്തെയും ഭയം, എല്ലാവരെയും ഭയം,
ഭാവിയെപ്പറ്റി ഭയം, അല്ലേ, എല്ലാത്തിനെയും പറ്റി ഭയം. 2 ആങ്കർ, ഈ നേരത്തെ പറഞ്ഞ കോപം, എന്തു പറഞ്ഞാലും ചൂടാവുന്നു. അടുത്തത് ഡിപ്രഷൻ, എനിക്ക് പഴയ സന്തോഷം ഇല്ല, ഞാനിങ്ങനെയൊക്കെ കഴിയുന്നതേ ഉള്ളൂ, നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നതേ ഉള്ളൂ, എൻ്റെ ഉള്ളം ഈ പറഞ്ഞ പോലെ വളരെ പിന്മാറി അങ്ങ് നിരാശയിലേക്ക് പോവുക. അതിൻ്റെ കൂടെ പോകുന്നതാണ് വറി. എന്താണ്, എനിക്ക് ഒരു സമാധാനവും ഇല്ല ബ്രദറെ, ഒന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? 4 കാര്യങ്ങൾ. ഫിയർ, ഭയം. 2 ആങ്കർ. നമ്പർ 3 ഡിപ്രഷൻ. നമ്പർ 4 വറി. ഇതിനെല്ലാം കാരണം എന്താണെന്നറിയാമോ? കോപം ഡീൽ ചെയ്യാതെ പിശാചിന് ഇടം കൊടുത്താൽ ഈ പരിണത ഫലങ്ങൾ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ സൊല്യൂഷൻ, പരിഹാരമുണ്ട്. എന്താണ്? ഓൾ ദീസ് സ്ട്രോങ് ഹോൾഡ്സ് ക്യാൻ ബി പുൾ ഡൗൺ. അതിനൊരു ആമേൻ പറയാമോ? ഈ കോട്ടകളെല്ലാം തകർക്കാനും ഇതിനെയൊക്കെ പിടിച്ചടക്കാനും കഴിയും. അതിനുള്ള ആയുധങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ സ്ട്രോങ് ഹോൾഡ്സ്, ഈ കോട്ട കെട്ടിവെച്ചിരിക്കുന്ന ഈ ചിന്താഗതികൾ എന്തൊക്കെയാണ്? ചില എക്സാമ്പിൾ എന്ന് പറയാം. ഒന്നാമത്തെ ഒരു സ്ട്രോങ് ഹോൾഡ്, മൈ ഒഫൻഡർ വിൽ നെവർ ചേഞ്ച്. എന്താണ് ഒഫൻഡർ എന്ന് പറഞ്ഞാൽ? എന്താ? അപരാധി എന്ന് പറയും, അല്ലെങ്കിൽ കുറ്റക്കാരൻ. അല്ലെ, നമുക്കെല്ലാവരും, നമ്മൾ കുറ്റക്കാരനല്ലല്ലോ അല്ലേ? നമ്മൾ നിരപരാധികളൊക്കെ ഒന്ന് നെഞ്ചി കൈവച്ചേ. ഞാൻ നിരപരാധി, മറ്റുള്ളവരെല്ലാവരും അപരാധികളും. ഭാര്യ പറയും ഞാൻ നിരപരാധി, എൻ്റെ ഭർത്താവ് ഒഫൻഡറാണ്, അല്ലേ? ഭർത്താവ് എന്ത് പറയും? ഞാൻ നിരപരാധി. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും നിരപരാധികളും മറ്റുള്ളവരെല്ലാവരും ഒഫൻഡേഴ്സുമാണ്. ഇതിനെ നമ്മളങ്ങ് തീരുമാനിച്ച് തലയിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, മൈ ഒഫൻഡർ വിൽ നെവർ ചേഞ്ച്. ഇതൊരു ഫാൾസ് കൺക്ലൂഷനാണ്, ഇത് തെറ്റാണ്. ആര് പറഞ്ഞു ഒഫൻഡർ ചേഞ്ച് ചെയ്യത്തില്ല എന്ന്? അതിലേറ്റവും നല്ല ഉദാഹരണം, ഇന്ന് കല്യാണം കഴിച്ച് കൊട്ടും കുരവായിട്ട് ജീവിതം തുടങ്ങി. ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ ഭർത്താവ് വിചാരിക്കുന്നതല്ല കാര്യങ്ങൾ, ഭാര്യ വിചാരിക്കുന്നതല്ല കാര്യങ്ങൾ. രണ്ടുപേരും അവരെങ്ങനെ ആയിരിക്കും എന്നല്ല പ്രതീക്ഷിച്ചത്, പങ്കാളി എങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. കുറച്ച് മുന്നോട്ട് പറഞ്ഞു നോക്കി, കരഞ്ഞു നോക്കി, പിന്നെ വഴക്കിട്ട് നോക്കി, പിന്നെ വിരട്ടി നോക്കി, പിന്നെ അടിച്ചു നോക്കി, പിടിച്ചു നോക്കി, അവസാനം നിവർത്തിയില്ല. അവസാനം ഒരു റോങ് കൺക്ലൂഷനിൽ വന്നു, ബെറ്റർ ലെറ്റ്സ് ഡിവോഴ്സ്. അപ്പോഴാണ് ഒരു ദിവസം പോയി മഞ്ചൂരൊരു വക്കീലിനെ കണ്ടു. അയാൾ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു, ഈ സിമ്പിൾ, ഞാനിപ്പം ശരിയാക്കി തരാം, ഈ പച്ച പേപ്പറിൻ്റെ താഴോട്ടൊന്ന് ഒപ്പിട്ടേക്കാൻ പറഞ്ഞു വക്കാലത്ത്. അവസാനം കുറ്റപത്രം എഴുതി വന്നപ്പോഴാണ്, എൻ്റെ അമ്മോ, അയ്യേ ഇങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എൻ്റെ ഭർത്താവ്. അത് പറഞ്ഞുകൊണ്ടൊന്നും അവിടെ കിട്ടത്തില്ല, നിങ്ങൾക്ക് വേണോ വേണ്ടേ ഡിവോഴ്സ്? വേണം. എങ്കിൽ പിന്നെ ഇതെല്ലാം എഴുതണം, ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂടെ നീട്ടി എഴുതി 2 സൈഡിൽ നിന്നും കൊണ്ട് കൊടുക്കും. അപ്പം നോക്കിയേ, അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ തലയ്ക്കകത്ത് കിട്ടിയിരുന്നു, എൻ്റെ ഒഫൻഡർ വിൽ നോട്ട് ചേഞ്ച് എന്ന് പിശാച് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് ഇനി ഇയാളുടെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ഇവളുടെ കൂടെ ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങ് പിരിഞ്ഞേക്കാം. ഡിവോഴ്സസ് വരുന്നതിന് ഒരു കാരണം ഇതാണ്. ചിൽഡ്രൻ ദേ സ്റ്റാർട്ട് റിബെല്ലിങ് അഗൈൻസ്റ്റ് ദ പേരൻസ്. എന്താണ്? എൻ്റെ അപ്പനും അമ്മയും ഒരിക്കലും മാറാൻ പോകുന്നില്ല, അവർക്കങ്ങ് തോന്നി, അതുകൊണ്ട് റിബൽ ചെയ്യാൻ തുടങ്ങി. പേരൻസ് അവരും എൻ്റെ പിള്ളേർ ഒരിക്കലും നന്നാവത്തില്ലെന്ന് അവരും പറഞ്ഞു. ഒരു കമ്പനി ജോലി ചെയ്യുന്നു, എൻ്റെ ഈ ബോസ് ഒരിക്കലും നന്നാവത്തില്ല, അവിടെ നിന്ന് രാജിവെച്ച് അടുത്ത ജോലിക്ക് പോയി. ഇനി അടുത്തത് ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്നറിയാം, ഈ പാസ്റ്റർ ഒരിക്കലും ശരിയാവില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അടുത്ത ചർച്ചിലോട്ട് പോവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചർച്ച് വിട്ടോടി നമ്മൾ എത്ര അടുത്ത് ഓടും പ്രിയപ്പെട്ടവരെ. ഞാൻ വേദനയോടെ പറയുക, ഒരു സത്യം മനസ്സിലാക്കണം, നമ്മുടെ തലയ്ക്കകത്ത് എവിടെയോ പിശാച് പറഞ്ഞു തന്നു, മൈ ഒഫൻഡർ വിൽ നെവർ ചേഞ്ച്. പക്ഷേ യെരമ്യാ 32:27 എന്തോ പറയുന്നത്? യഹോവയാൽ എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? എൻ്റെ യഹോവയാൽ മാറ്റിയെടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഭർത്താവുണ്ടോ? ഏതെങ്കിലും ഭാര്യയുണ്ടോ? ഏതെങ്കിലും മക്കളുണ്ടോ? ഏതെങ്കിലും സാഹചര്യമുണ്ടോ? അല്ലേ? അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തെ കൊണ്ടുപോകും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ശരി, ദൈവം വിചാരിച്ചാൽ പോലും ഇവൻ എന്തൊരു പൊട്ടത്തനുമാണ് പറയുന്നത്. ദൈവം വിചാരിച്ചാൽ പോലും ഇവൻ നന്നാവത്തില്ല. അതെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഈ വാക്യം കോൺട്രഡിക്റ്റ് ചെയ്യില്ലേ? എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? 1 പത്രോസ് 3:1-2 ഭാര്യമാരെ നിങ്ങളോടാണ്. എന്താണ് വാക്ക്? ഭാര്യമാരെ, ഞാനല്ല, പത്രോസാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്
വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. ഇതാണ് വചനം പഠിപ്പിക്കുന്നത്. പക്ഷേ എത്ര ഭാര്യമാർ ഇതിനോടകം ഡിവോഴ്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞു? ഈ വചനം വിശ്വസിക്കാനോ അനുസരിക്കാനോ അവർക്ക് പറ്റുന്നോ? ശരിയല്ലേ? അടുത്തത് ഭാര്യമാർ പറയോ, അയ്യോ ശരി, ഭർത്താക്കന്മാരോട് പറയാം. അടുത്ത ഭർത്താക്കന്മാരോട് എന്താ പറയുന്നത്? അവിടെ ഇരിക്കുന്നത് എഫേസ്യർ 5-ാം അധ്യായം ഭാര്യമാരോട് കയ്പായിരിക്കരുത്. നേരത്തെ പറഞ്ഞത് കയ്പിൻ്റെ വേരെന്നാ. അപ്പോൾ ഭാര്യമാരോട് കയ്പോടെ ഇരിക്കാനും ഭർത്താക്കന്മാർക്ക് കഴിയും. പിശാച് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരിക്കലും ഇവള് ശരിയാകത്തില്ല, ഒരിക്കലും ഇയാൾ ശരിയാകത്തില്ല. അത് തെറ്റാ. ആ ചിന്ത നമ്മുടെ തലയ്ക്കകത്ത് കൊണ്ട് തന്നത് പിശാചാണെങ്കിൽ അതിന്ന് ആ കോട്ടയെ നമ്മൾ ഉടച്ച് കളയണം, അതുടച്ച് കളയണം. അടുത്തത് ഹി വിൽ നെവർ ചേഞ്ച്, ഷീ വിൽ നെവർ ചേഞ്ച് എന്ന് പറയുന്ന പോലെ അടുത്ത ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലുണ്ട്. എന്താണെന്നറിയാമോ? ഐ മസ്റ്റ് പണിഷ് മൈ ഒഫൻഡർ. എന്താണ്? എന്നോട് ഇങ്ങനെ ചെയ്ത ആളിനെ ഞാൻ ശിക്ഷിക്കണം. അങ്ങനെ തലങ്ങും വിലങ്ങും നമ്മളിപ്പോൾ ശിക്ഷിച്ച് ആരെങ്കിലും ശിക്ഷിച്ച് തീർന്നവരെന്ന് കൈവക്കാമോ? കല്യാണം കഴിഞ്ഞ് 20, 30, 40 വർഷമായിട്ട് ഇപ്പോഴും ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും അറിയാം. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല, പക്ഷേ ഇപ്പോഴും ശിക്ഷിച്ച് തീർന്നിട്ടില്ല. ഒരു കുരയ്ക്ക് കീഴിൽ തന്നെ ഇപ്പോഴും താമസം. ഒരു മെയ്ഡാണ് രണ്ടുപേർക്കും ചോറ് വെച്ച് കൊടുക്കുന്നത് വീട്ടിൽ വന്ന്, പക്ഷേ ഇപ്പോഴും അവർ തമ്മിൽ അന്യോന്യം ശിക്ഷിച്ച് തീർന്നിട്ടില്ല. അങ്ങനെ ശിക്ഷിച്ച് തീരാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇനി ബാക്കി വല്ല ശിക്ഷയുണ്ടെങ്കിൽ 31-ാം തീർത്തേക്കണം. ഈ ശിക്ഷ അടുത്ത വർഷത്തേക്ക് ക്യാരി ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. അല്ല, ഇത് നമ്മുടെ തെറ്റായ ഒരു മൈൻഡ് സെറ്റാണ്. അത് ഐ മസ്റ്റ് പണിഷ് മൈ ഒഫൻഡർ. അവിടെ ഓർക്കണം, റോമാലേഖനം 12-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങൾ ഈ പണിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനിലാണെങ്കിലും ഈ വചനം കൂടെ കണ്ട് മനസ്സിലേക്ക് വരണം. എന്താണ്? പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ, നിങ്ങൾ തന്നെ അങ്ങ് കയറി പ്രതികാരം ചെയ്യാതെ. ഇതാണ് പൗലോസ് പറയുന്നത്. അയ്യോ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ കയറി അങ്ങ് പ്രതികാരം ചെയ്യാതെ ഇച്ചിരി വിട്ടുകൊടുക്കുക. ആർക്ക്? ദൈവത്തിനൊരു ചാൻസ് കൊടുക്കുന്നു. നമ്മൾ പറയുന്നത് നോ നോ നോ, ദൈവം ചെയ്താൽ അത് എനിക്ക് ശരിയാവത്തില്ല, എനിക്കങ്ങോട്ട് തൃപ്തിയാവത്തില്ല, എനിക്ക് തന്നെ പണിഷ് ചെയ്യണം. 2024 ഈ പറഞ്ഞ പോലെ പണിഷ് ചെയ്ത് കുഴഞ്ഞവരെ ഓർത്ത് ഞാൻ പറയുക, അങ്ങ് നിർത്ത്. ദൈവത്തിനിടം കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് പണിഷ്മെൻ്റ് ആണോ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടേ, അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടേ, അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടേ, അത് ദൈവം ചെയ്യട്ടെന്നേ. You are not capable of doing it. Number 2, you are not even called to do it. Number 3, you cannot do it. അല്ല, നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല എന്ന്, നിങ്ങളെ കൊണ്ട് പണിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭാര്യ പറഞ്ഞ ഞാൻ എൻ്റെ ഭർത്താവിനെ പണിഷ് ചെയ്ത് ഞാൻ വരച്ച വരയെ നിർത്തി എന്ന് പറയുന്ന ഭാര്യ ഒന്ന് കൈപോക്കിക്കേ. ഇല്ല. തിരിച്ച് എൻ്റെ ഭാര്യയെ ഞാൻ വരച്ച വരയെ നിർത്തി എന്ന് പറയുന്നവർ എൻ്റെ ഭാര്യയെ കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കൈപോക്കിക്കേ. ഇല്ല. എന്തിനായി വേണ്ടാത്ത പണിക്ക് പോകുന്നത്? ഒരു ജീവിതം മൊത്തം അന്യോന്യം കൺവേർട്ട് ചെയ്യുക. ഞാൻ കല്യാണത്തിന് പ്രസംഗം പറയാറുണ്ട്, നെവർ ട്രൈ ടു കൺവേർട്ട് യുവർ സ്പൗസ്. അവളെ ചേഞ്ച് ചെയ്യണേ, അവനെ ചേഞ്ച് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും ലോർഡ് പ്ലീസ് ചേഞ്ച് മീ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ബെറ്റർ. അല്ലേ? ഇതൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ്. When we take matters into our hands, കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങിയാൽ we miss out the special blessing that God will give those who conquer by love. And ചില കാര്യങ്ങൾ നിങ്ങൾ പ്രതികാരം ചെയ്യാനും പകരം വീട്ടാനും ആണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദൈവത്തിന് വേറൊരു വഴിയുണ്ടായിരുന്നു. എന്താണ്? നിങ്ങൾ ആ പകരം വീട്ടുന്നതിന് വരെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, അവരെ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ ദൈവം അവരെ മാറ്റിയെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളും കൂടെ ചേർന്ന് ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിൽ ദൈവം അവിടെ നിങ്ങളെ ഉപയോഗിച്ചേനെ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പിശാച് പറഞ്ഞിരുന്നു, ഇയാളെ കൂട്ടണ്ട, ഇവളെ കൂട്ടണ്ട, അങ്ങ് പിരിഞ്ഞേരെ, കളഞ്ഞേരെ എന്നങ്ങ് പറഞ്ഞു. പക്ഷെ ദൈവം വെച്ചിരുന്ന വ്യവസ്ഥ വേറെ ആയിരുന്നിരിക്കാം.
നിങ്ങൾ ഒന്നിച്ച് നിന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവം വെച്ചിരുന്നത്. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് പറയുന്നത് ഇല്ല, ഇയാടെ കൂടെ എനിക്ക് ദൈവനാമവും മാറ്റപ്പെടണ്ട, ഇവരുടെ കൂടെ എനിക്ക് ദൈവനാമവും മാറ്റപ്പെടണ്ട, എനിക്ക് ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. നോ, അതിവിടുത്തെ മൈൻഡ് സെറ്റാണ്, റോങ് മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഇഫ് യു വേറാസ് ഗോഡ് വാണ്ട്സ് ടു കോൺകർ ബൈ ലവ്, സ്നേഹത്താൽ പിടിച്ചടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പം അത് വേണ്ട നിങ്ങൾ തീരുമാനിച്ചാൽ വി ആർ ബ്രിങ്ങിങ് ഡിസ്ട്രക്ഷൻ ടു അവർ ഓൺ ഫിസിക്കൽ ഹെൽത്ത്. എന്തു പറ്റി? നമ്മുടെ തന്നെ ശരീരത്തിന് ക്ഷീണവും ക്ഷയവും രോഗവും. ഡിസ്ട്രക്ഷൻ ടു അവർ ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ മനോഭാവങ്ങൾക്ക് തന്നെ ഡിസ്ട്രക്ഷൻ. ഇനി അടുത്തത് ഡിസ്ട്രക്ഷൻ ടു അവർ റിലേഷൻഷിപ്സ്. ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങിയ രണ്ട് കുടുംബങ്ങൾ തമ്മിലല്ലേ പിണങ്ങുന്നത്? ആലോചിച്ച് നോക്കി. അവരുടെ ഫ്രണ്ട്സ് തമ്മിലെല്ലാം പിണങ്ങും അല്ലേ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേർ ഇവരെ സപ്പോർട്ട്. ചുരുക്കി പറഞ്ഞൊരു വലിയ കൂട്ടം റിലേഷൻഷിപ്സിൽ ഡിസ്ട്രക്ഷൻ കൊണ്ടുവരിക. ശരിയല്ലേ? ഒതുക്കത്തിൽ ഒരാളെ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനോട് ബാധിക്കുന്ന എത്ര കുടുംബങ്ങളാണ്, എത്ര വ്യക്തികളാണ് അല്ലേ? അപ്പം നോക്കി, അവിടെ എല്ലാം തകർച്ച കൊണ്ടുവരിക. ബന്ധങ്ങളിൽ തകർച്ച, ആരോഗ്യത്തിന് തകർച്ച, മനോഭാവത്തിൽ തകർച്ച, അവിടെയാണ് നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ ദൈവം അവിടെ ചെയ്യുന്ന ചില കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഞാൻ പെട്ടെന്ന് നിർത്താം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 34 വരെ വായിക്കുമ്പം അവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. അവിടെ ഈ കയ്പ് കളയാതെ, ഈ പറഞ്ഞ പോലെ കോപം കളയാതെ, ക്ഷമിക്കാൻ കഴിയാതെ ഇരുന്നാൽ അവിടെ ദൈവം പതുക്കെ നമ്മളെ പിന്നെ എങ്ങനെ ഡീൽ ചെയ്യുന്നെന്നുള്ള കാര്യമാണ്. അവിടെ ഒരു പേരുണ്ട്. എന്താണ്? ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നൊരു പദമുണ്ട്. അതിന് ഇംഗ്ലീഷിൽ ഗോഡ് വിൽ ഹാൻഡ് ഓവർ ദം ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ടോർമെൻറ്റേഴ്സ് എന്നാണ്. നമ്മളൊക്കെ എന്താണ്, എല്ലാവർക്കും ക്രിസ്ത്യൻ ലൈഫിൽ മെൻറ്റോർസ് വേണമെന്നൊക്കെ പറയും. പക്ഷെ ചിലപ്പോൾ ഈ മെൻറ്റർ ബിക്കം എ ടോർമെൻറ്റർ. ഇത് ആ ടോർമെൻറ്റർ അല്ല. ചിലപ്പം ദൈവം നമ്മളെ ചില ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. ഈ ദണ്ഡിപ്പിക്കുന്നവർ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവർ ശരിക്കും നമ്മളെ നല്ല പദം വരുത്തും അല്ലേ? ദൈവത്തിനറിയാം ഏത് ടോർമെൻറ്ററെ ഏൽപ്പിക്കണമെന്ന്. അവിടെ എന്തു പറ്റും? നിങ്ങൾക്ക് തരുന്ന അമ്മായിയമ്മ ആ ടൈപ്പ് ഒരാളായിരിക്കും. അപ്പം നിങ്ങൾ നല്ലവണ്ണം പഠിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാ വെള്ളിയാഴ്ച ഉപവസിച്ച്, പണ്ട് മോൻ്റെ കണക്ക് പരീക്ഷയ്ക്കായിരുന്നു, പിന്നെ അവൻ്റെ PGക്ക് വേണ്ടി, പിന്നെ അവൻ്റെ നീറ്റ് പരീക്ഷ, പിന്നെ അവൻ്റെ വേറെന്തോ പരീക്ഷ, പിന്നെ അവസാനം അവന് വരുന്ന പെങ്കൊച്ചിന് വേണ്ടി അവസാനം പ്രാർത്ഥിച്ച് പിടിച്ച് വാങ്ങിച്ചു പെങ്കൊച്ചിനെ. ആ പെങ്കൊച്ചിനെ ദൈവം കൊണ്ടുവന്നത് ടോർമെൻറ്ററായിട്ടാണ്. കാര്യം നിങ്ങളെ നന്നാക്കാൻ അതേ ഉള്ളു വഴി. കാര്യം എന്താ? നിങ്ങളോട് ഇത്രേ ഇളച്ചു തന്ന ദൈവത്തോട് നിങ്ങൾ ആ ആളിനോട് അല്പം ഇളച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അവിടെ എന്തു പറ്റി? രാജാവ് നോക്കിയപ്പോൾ ഒറ്റ പണിയേ ഉള്ളൂ. ഇനി അവൻ നന്നാവുന്ന വരെ കൊണ്ട് എവിടെ കൊടുത്തേക്കാം? പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ വിരട്ടുമായിരുന്നു. മര്യാദയ്ക്ക് പറഞ്ഞേക്കാൻ, നിന്നെക്കൊണ്ട് നിങ്ങൾ പൂജപ്പര ദുർഗുണ പരിഹാര പാഠശാലയെ കൊണ്ടാക്കുമെന്ന്. അങ്ങൊരു സാധനം ഉണ്ടായിരുന്നെന്ന് പണ്ട് എന്നെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പേടിയോ, പൂജപ്പര കൊണ്ടിടല്ലേ. അവസാനം പൂജപ്പര ജയിലിൽ പലപ്പോഴും പ്രസംഗിക്കാൻ പോയപ്പോഴാണ് പേടി, അങ്ങനെയുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല. നമ്മളെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത്? അങ്ങനെയൊക്കെ ഒരു സ്ഥലം കൊണ്ട് അവിടെ കൊണ്ടിടും അല്ലേ? ഇതുപോലെ ദൈവം കൊണ്ടിടുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണ്? ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലോട്ട് കൊണ്ടങ്ങ് കൊടുക്കും. അവരിട്ട് ബാക്കി ചെയ്യിച്ചോളും അല്ലേ? അപ്പം ശരിക്കും ഈ ദണ്ഡിപ്പിക്കുന്നതിനെ കൊണ്ടിടുന്ന ഒരു കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിട്ടാണ് ദണ്ഡിപ്പിക്കുന്നത്. ഇനി ആ കാരാഗ്രഹം ഏതാണെന്നറിയാമോ? എ ബിറ്റർ പേഴ്സൺ ബിക്കംസ് എ പ്രിസണർ ഓഫ് ഹിസ് ഓൺ മേക്കിംഗ്. ഒരു കയ്പുള്ള മനുഷ്യൻ അവൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കാരാഗ്രഹമുണ്ട്. ആ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് ഹീ ഈസ് ആംഗ്രി, അവൻ എല്ലാവരോടും ദേഷ്യമാണ്. ഹീ ഈസ് ഡിസ്കറേജ്ഡ്, ഹീ ഈസ് ഡിപ്രസ്ഡ്, ഹീ ഈസ് ഡിസൊല്യൂഷൻ. അവന് വെട്ടം പോലും കാണുന്നില്ല. ഇപ്പം അണേബിൾ ടു കോൺസെൻട്രേറ്റ് ഓൺ ഹിസ് റെസ്പോൺസിബിലിറ്റി. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ രാവിലെ എഴുന്നേക്ക്, എങ്ങോട്ടോ പോകുന്നു, പിന്നെ TV കാണുന്നു, പിന്നെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉത്തരവാദിത്തം ഒന്നും എടുക്കുന്നില്ല. വീട്ടിലെ കാര്യം, പിള്ളേരുടെ ഫീസ് കൊടുക്കുന്ന, വീട്ടിലേക്ക് സാധനം മേടിക്കുന്ന ഒന്നുമില്ല. ഡിസൊല്യൂഷനാണ്. കാര്യം എന്താ? അവൻ്റേതായിട്ടൊരു തടവറ ഉണ്ടാക്കി അതിനകത്ത് അവനായി. ഞാനൊരു കാര്യം പറയട്ടെ, ജയിലിൽ കിടക്കാൻ പൂജപ്പര വരെ പോണ്ടാന്നേ. നിങ്ങളുടെ വീട് തന്നെ ഒന്നാന്തരം ഒരു ജയിൽ നിങ്ങൾ പലരും ആക്കിയിട്ടുണ്ട്.
ഭർത്താവ് അവനുണ്ടാക്കിയ തടവറയിൽ, ഭാര്യ അവളുണ്ടാക്കിയ തടവറയിൽ, മക്കൾ വേറെ തടവറയിൽ, അവർ എല്ലാവരും കൂടെ താമസിക്കുന്നത് ഒരു കൂരക്കീഴി. എന്താ കാരണം? പിശാചിന് ഇടം കൊടുത്തു. ഈ രാജാവ് വലിയ കടം ഇളച്ചു കൊടുത്തപ്പം ആ ഇളച്ചു കിട്ടിയവൻ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ദ മേഴ്സി ഓഫ് ദ കിങ്. എന്നോട് കരുണ കാണിച്ച, ദാക്ഷിണ്യം കാണിച്ച, എൻ്റെ വലിയ കടം ഇളച്ചു തന്ന ആ രാജാവിൻ്റെ കരുണ ഞാൻ മറന്നിട്ട് അല്പം ഇളച്ചു കിട്ടുന്നവനോട് എനിക്ക് കരുണ കാണിക്കാൻ പറ്റില്ല. അവൻ കെഞ്ചി പറഞ്ഞു, സാറേ എനിക്ക് ഇച്ചിരി സമയം തരാം, ഞാൻ തരാം, 500 രൂപയുള്ളവൻ തരാം. മറ്റേ എനിക്ക് 5 കോടി രൂപ ഇളച്ച് കിട്ടിയതാ. 5 കോടി ഇളച്ച് കിട്ടിയ സന്തോഷത്തെ അവൻ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പോകുന്നതിന് പകരം 500 രൂപ കടംപെട്ടവനെ ചെന്ന് കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കി. അപ്പോഴേ രാജാവ് പറഞ്ഞു, എടാ നിന്നോട് ഇത്രയും കരുണ കാണിച്ചിട്ട് 500 രൂപയ്ക്ക് നീ ഇങ്ങനെ കാണിച്ചോ, കൊണ്ടിടവനെ പഠിക്കട്ടെ. ഇതുപോലെ നമ്മോട് ഇത്രയും ക്ഷമിച്ച കർത്താവിനോ മറന്നിട്ട് നമ്മോട് എന്തോ ഒന്ന് ചെയ്ത ചിലരോട് നമ്മൾ ഇത്രയും കോപിച്ച് കയ്പോടെ ക്ഷമിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ഓർത്തോണം, അന്ന് രാജാവ് അവനെ ഒരു തടവറയിലേക്ക് അയച്ച് ദണ്ഡിപ്പിക്കുന്നവരെ കൊണ്ട് അവനെ ശിക്ഷിച്ചു എന്നാ. ഇന്ന് നമ്മളൊരു പ്രത്യേക സ്ഥലത്തേക്ക് അയച്ച് ദണ്ഡിപ്പിക്കുന്നവരെന്ന് ഒരുത്തൻ ദണ്ടും ശൂലമായിട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച തടവറയിൽ നമ്മൾ തന്നെ ദണ്ഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ഒന്നും ഒരു സന്തോഷവും സമാധാനവും ഇല്ല. രാത്രി കിടന്നാൽ ഉറക്കമില്ല, അങ്ങ് പോകുമെന്നുള്ള പ്രത്യാശയില്ല. പക്ഷേ കൃത്യമായിട്ട് ഞായറാഴ്ച വന്ന് പറന്നു പോകുമേ ഞാനും പറന്നു പോകുമേ. എവിടെ പറന്നു പോകുന്ന കാര്യമാണ്? ആ പാട്ടൊക്കെ ഇവിടെ പാടാത്തതിനായിട്ട് സ്തോത്രം. ഇടമൊക്കെ തിരിച്ച് പിടിച്ചിട്ട് നമുക്കിതെല്ലാം ഇരുന്ന് പാടാം. അപ്പം ഈ 31-ാം തീയതി വരെ ദയവ് ചെയ്ത് ആരും പറന്നു പൊക്കളയരുത്. ഇരുന്ന് ഈ കോട്ടകൾ തകർത്ത് ഈ ശക്തി കേന്ദ്രങ്ങളും തുറങ്ങുകളും പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാം പിടിച്ചടക്കണമെങ്കിൽ they overcame him by the blood of the lamb. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ക്രിസ്തു ക്രൂശിലെല്ലാം ചെയ്ത് തികച്ചു. ഇന്നെന്തെങ്കിലും അധികാരം പിശാചിനുണ്ടെങ്കിൽ നമ്മൾ ആ ക്രിസ്തുവിനെ തള്ളി അവന് കൊടുത്ത അവകാശങ്ങൾ, അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്നുകൂടെ പ്ലെയിനായിട്ട് പറയാം, ദി അതോറിറ്റി വി ഗീവ് ടു ഹിം ബിക്കോസ് ഓഫ് അവർ ഡിസൊബീഡിയൻസ് ടു ഹിസ് വേർഡ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തതിലൂടെയാണ് നമ്മൾ പിശാചിന് അധികാരം കൊടുക്കുന്നത്. നമ്മുടെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ പിശാചിന് അധികാരം കൊടുക്കുന്നത് ഈ വചനത്തോട് അനുസരണക്കേട് കാണിക്കുന്നതിലൂടെയാണ്. ഇത് 52-ാമത്തെ ഞായറാഴ്ചയാണ്. ദൈവകൃപയാൽ ഈ സഭയിൽ 52 ആഴ്ചയും ദൈവൻ തന്നെ പ്രസംഗിക്കപ്പെട്ടത്. ഈ കേട്ട പ്രസംഗങ്ങളെല്ലാം നമ്മൾ കേട്ട് നോട്ടിൽ എഴുതി വെച്ചു. നിങ്ങളടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തു, കണ്ടോ ഇന്ന് ഞങ്ങളുടെ പ്രസംഗം കേട്ടോ. അതൊന്നും കൊണ്ട് പിശാച് അവൻ്റെ സ്ഥലം തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഈ കേട്ട വചനപ്രകാരം എവിടെയെല്ലാം നമ്മൾ അനുസരിക്കാൻ തുടങ്ങുന്നു അത്രത്തോളം ഇടം തിരിച്ചു പിടിക്കാൻ കഴിയും. എത്രത്തോളം അനുസരിക്കുന്നില്ലയോ അത്രത്തോളം ഇടം കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞേ, 52 ആഴ്ച കൊണ്ട് എത്ര ഇടം കൊടുത്തു, എത്ര ഇടം തിരിച്ചു പിടിച്ചു? നമ്മൾ ഇടം പിശാചിന് കൊടുക്കുന്നവരോ പിശാചിന് കൊടുത്ത ഇടം തിരിച്ചു പിടിക്കുന്നവരോ? കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇതിക്കുള്ളൊന്നും ഞാൻ പറയുന്നില്ല. Are we giving ground, space to the enemy? Or are we regaining ground from the enemy? ഇടം കൊടുക്കുന്നവരോ കൊടുത്ത ഇടം തിരിച്ചു പിടിക്കുന്നവരോ? കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ 52 ആഴ്ച ഞങ്ങൾ വചനം കേട്ടവരോട് ഇരിപ്പുണ്ട്. ഒരുപക്ഷെ ഫിസിക്കലി ഇവിടെ വന്ന് കേട്ടില്ലെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എല്ലാ പ്രസംഗവും കേൾക്കുന്നവരെ എനിക്കറിയാം.
പക്ഷേ ഈ കേട്ട വചനങ്ങളെല്ലാം കേട്ട് കേട്ട് ഞങ്ങളെ ചതിക്കാതെ, ഈ കേട്ട വചനം അനുസരിച്ച് കർത്താവേ, കോപിച്ചാൽ പാപം ചെയ്യാതെ, കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അത് പരിഹരിച്ച്, കർത്താവെ കയ്പിൻ്റെ വേരിറങ്ങാൻ അനുവദിക്കാതെ, അനേകർ മലിനപ്പെടാതെ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ സൂക്ഷിക്കണമെന്ന് അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങളെ കർത്താവ് വ്യക്തമായി ഞങ്ങളെ അവിടെ നിന്ന് കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. വചനം പറഞ്ഞ അടിയനും വചനം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരും ഒരുപോലെ ഞങ്ങൾ കർത്താവെ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. വിട്ടുകളയാൻ കഴിയാത്ത കോപം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും കർത്താവെ വേരിറങ്ങിപ്പോയ കയ്പ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അനേകർ ഞങ്ങൾ മൂലം മലിനപ്പെടാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. കർത്താവെ, ഇതിനെല്ലാം പിശാചിന് എവിടെയെല്ലാം ഞങ്ങൾ ഇടം കൊടുത്തു പോയിട്ടുണ്ടോ അതെല്ലാം കർത്താവെ ഒന്നൊന്നായി തിരിച്ചു പിടിക്കുവാൻ ഞങ്ങളിന്നൊരു തീരുമാനം എടുക്കുന്നപ്പാ. ഈ തീരുമാനം എടുക്കുമ്പോൾ കർത്താവെ അങ്ങ് പ്രസാദിക്കുക മാത്രമല്ല, അങ്ങയുടെ സഹായം ഞങ്ങൾക്കുണ്ടപ്പാ. അതിനുള്ള ഒന്നാമത്തെ ഞങ്ങൾ തന്നിരിക്കുന്ന ആയുധം കർത്താവെ, ജഡത്തിൻ്റെ ആയുധങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. പകരം കർത്താവെ ഈ വചനം കർത്താവെ ശക്തിയേറിയതാണപ്പാ. കുഞ്ഞാടിൻ്റെ രക്തം കർത്താവെ, സാക്ഷ്യ വചനം കർത്താവെ, ഇതിനാലും ഞങ്ങൾ ജയിക്കുവാൻ, ജയാളികളായി മുന്നേറുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കർത്താവെ സഹായിക്കണമേ. അതിനായിട്ട് അങ്ങയുടെ കരുത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കീഴടങ്ങുന്നപ്പോൾ ഞങ്ങൾ ആയുധം താഴെ വയ്ക്കും. ജഡത്തിൻ്റെ ആയുധങ്ങളെല്ലാം ഞങ്ങൾ താഴ്ത്തി വയ്ക്കുന്നു. പകരം കർത്താവെ ആത്മാവിൻ്റെ സർവായുധങ്ങൾ എടുത്തുകൊണ്ട്, ദൈവത്തിൻ്റെ സർവായുധങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ കർത്താവെ പോരാടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.